ഹലോ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു ദ ഡിബേറ്റ്. കൊട്ടിഘോഷിച്ച് നടത്തിയ കേരളീയം 1-ാം എഡീഷനു ശേഷം വീണ്ടും കേരളീയം 2-ാം എഡീഷൻ വരുന്നു. ഇക്കൊല്ലം ഡിസംബറിലാണ് കേരളത്തെ വീണ്ടും ഷോക്കേസ് ചെയ്യാൻ കേരളീയം ഒരുങ്ങുന്നത്. കഴിഞ്ഞ കൊല്ലം കേരളീയത്തിന് അനുവദിച്ച 27 കോടിയിൽ എത്ര ചിലവഴിച്ചു എന്ന കണക്കുകൾ പോലും ലഭ്യമല്ല. 5 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ബാക്കിയുള്ള കാലത്ത്, നെല്ല് സംഭരണ കുടിശ്ശിക കൊടുക്കാനാകാതെ കർഷകരോട് കടം പറയുന്ന കാലത്ത്, കാരുണ്യയ്ക്ക് പണമില്ലാത്ത നേരത്ത് വീണ്ടും ഒരു കേരളീയത്തിൻ്റെ യുക്തി എന്താണ്? ചോദ്യം ഇതാണ്. കാലിക്കീശയിലോ കേരളീയം? ആദ്യ കേരളീയത്തിൻ്റെ വരവ് ചെലവ് കണക്കുകൾ പുറത്തുവിടാതെയാണ് സർക്കാർ അതിൻ്റെ 2-ാം എഡീഷൻ നടത്താൻ ഒരുങ്ങുന്നത്. വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങളിൽ നിന്ന് സ്പോൺസർഷിപ്പിലൂടെ ലഭിച്ച പണത്തിൻ്റെയും വ്യക്തമായ കണക്കില്ല. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്നതിനിടെ ക്ഷേമ പെൻഷനും നെല്ലിൻ്റെ സംഭരണ വിലയും കുടിശ്ശികയാക്കി കേരളീയം നടത്തണോ എന്നതാണ് ചോദ്യം. കേരളം കൈവരിച്ച നേട്ടങ്ങൾ ലോകത്തിനു മുമ്പിൽ പ്രദർശിപ്പിക്കുക എന്ന പ്രഖ്യാപനത്തോടെയാണ് സർക്കാർ കേരളീയം പരിപാടി സംഘടിപ്പിച്ചത്. 2023 നവംബറിലായിരുന്നു ആദ്യ കേരളീയം. പരിപാടി കഴിഞ്ഞ് 7 മാസമായി. ഇതുവരെ വരവ് ചെലവ് കണക്ക് കൃത്യമായി പുറത്തുവിടാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. 27 കോടി രൂപയാണ് കേരളീയത്തിനായി സർക്കാർ നീക്കിവെച്ചത്. സ്പോൺസർഷിപ്പിലൂടെയും പണം സമാഹരിച്ചു. പരിപാടി കഴിഞ്ഞ് 7 മാസം കഴിഞ്ഞിട്ടും ഇതിലൊന്നും ഒരു വ്യക്തതയുമില്ല. വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് സ്പോൺസർഷിപ്പിലൂടെ 11,40,12,000 രൂപ ലഭിച്ചെന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചത്. 2024 മെയ് മാസം വരെ പ്രത്യേക അക്കൗണ്ടിലേക്ക് വന്ന തുകയാണിത്. പൂർണ്ണമായ കണക്ക് ക്രോഡീകരിച്ചു വരുന്നേയുള്ളൂവെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി പറഞ്ഞിരുന്നു. പ്രധാന സ്റ്റേജായ സെൻട്രൽ സ്റ്റേഡിയത്തിലെ കലാപരിപാടികൾക്ക് മാത്രം 1.55 കോടി രൂപ ചിലവായെന്ന് സർക്കാർ വെളിപ്പെടുത്തിയിരുന്നു. തലസ്ഥാന നഗരത്തിലെ എല്ലാ കേന്ദ്രങ്ങളിലും കലാപരിപാടികൾ അരങ്ങേറി. അതിൻ്റെയൊക്കെ ചെലവ് എത്രയെന്നത് ഇപ്പോഴും അജ്ഞാതമായി തന്നെ നിൽക്കുകയാണ്. കേരളീയത്തിൻ്റെ പരിപാടികൾക്കെത്തിയ അതിഥികൾക്ക് താമസത്തിന് 62 ലക്ഷം രൂപ ചെലവിട്ടു എന്നൊരു കണക്ക് കൂടി പുറത്തു വന്നിട്ടുണ്ട്. പരിപാടി കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കകം കണക്ക് പരസ്യപ്പെടുത്തുമെന്നായിരുന്നു സംഘാടക സമിതിയെ നയിച്ച മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രഖ്യാപനം. അതെല്ലാം പാഴ്വാക്കായി. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രശ്നത്തിലൂടെ പോകുമ്പോൾ സ്പോൺസേഡ് പണം ചെലവിട്ടാണെങ്കിൽ പോലും കേരളീയം നടത്തണോ എന്ന ചോദ്യമാണ് സർക്കാരിന് നേരെ ഉയരുന്നത്. ക്ഷേമ പെൻഷൻ 5 മാസത്തെ കുടിശ്ശികയുണ്ട്. ഇതിന് മാത്രം 4,250 കോടി രൂപ വേണം. കാരുണ്യ പദ്ധതിയുടെ കുടിശ്ശികയും 1000 കോടിക്ക് മുകളിലാണ്. കൃഷിവകുപ്പിന് കഴിഞ്ഞ വർഷത്തെ കുടിശ്ശിക 584 കോടി രൂപയുണ്ട്. ഇങ്ങനെ നാനാതരം പ്രതിസന്ധിക്കിടയിലാണ് സർക്കാർ വീണ്ടും കേരളീയവുമായി മുന്നോട്ട് വരുന്നത്. സ്പോൺസർഷിപ്പ് വഴി പണം പിരിക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്നതാണ് അതിലേറെ പ്രശ്നം. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ശ്രീജിത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീജിത്ത്, കഴിഞ്ഞ തവണ കേരളീയം 1-ാം എഡീഷൻ ആഘോഷിക്കുമ്പോൾ പ്രതിപക്ഷമുയർത്തിയ വിമർശനം ഹൃദയശൂന്യമായി ചെലവഴിക്കുന്നു എന്നാണ്. ഇത്തവണ വലിയ ക്ഷാമത്തിലാണ്. നേരത്തെ ശ്രീജിത്ത് തന്നെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ 5 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ട്. നെൽകർഷകർക്ക് വലിയ കുടിശ്ശിക ബാക്കി നിൽക്കുന്നു. ഒപ്പം തന്നെ കാരുണ്യ ബെനഫിലൻ്റ് പദ്ധതി അടക്കം താളം തെറ്റി നിൽക്കുന്ന അവസ്ഥയാണ്. 13 മാസമായി നെയ്ത്തുതൊഴിലാളികൾക്ക് ശമ്പളം കൊടുത്തിട്ടില്ല. അവരുടെ ജീവിതം പ്രതിസന്ധിയിലാണ്. 108ൻ്റെ കാര്യത്തിലും കുടിശ്ശിക കിടക്കുന്നു. അങ്ങനെ സകലമാന മേഖലകളിലും കുടിശ്ശിക കിടക്കുന്നൊരു സാഹചര്യത്തിൽ കേരളീയം പോലെയൊരു ആഘോഷം കേരളത്തെ ഷോക്കേസ് ചെയ്യാനാണെങ്കിലും ഒരു സാംസ്കാരിക കൂട്ടായ്മ ഈ ഘട്ടത്തിൽ അനിവാര്യമാണോ എന്ന ചോദ്യം പ്രസക്തമല്ലേ ശ്രീജിത്ത്? അരുൺ, കടുത്ത സാമ്പത്തിക പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇത്തരത്തിൽ ഒരു കേരളത്തിൻ്റെ വികസന നേട്ടങ്ങൾ ജനങ്ങൾക്ക് ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കാനാണെങ്കിൽ പോലും അത്തരമൊരു പരിപാടി വേണോ എന്ന ചോദ്യത്തിന് പ്രസക്തിയുള്ള ഘട്ടമാണ് ഇത്. കാരണം അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ പണം കണ്ടെത്താൻ നന്നേ വിഷമിക്കുന്ന ഘട്ടത്തിൽ ഈ തരത്തിൽ കലാപരിപാടികളും ഭക്ഷ്യമേളയും മറ്റും സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി അതൊരു ധൂർത്താണ്, ആർഭാടമാണ് എന്ന വിമർശനമാണ് പൊതുവിൽ ഉയരുന്നത്. 1-ാം കേരളീയത്തിൻ്റെ സമയത്തും സമാനമായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ 1-ാം കേരളീയത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. കാരണം കേരളീയവും നവകേരള സദസ്സും നടത്തിയ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ ജനം അംഗീകരിച്ചില്ല എന്ന കാര്യമാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ ഫലം നൽകുന്ന സൂചന. ആ ഫലസൂചനയിൽ നിന്ന് പാഠം പഠിച്ചെങ്കിലും ഈ കാര്യങ്ങളിൽ ഒരു തിരുത്തലുണ്ടാകുമെന്ന ഉണ്ടാകണമെന്ന വികാരം വിവിധ പാർട്ടികൾക്ക് അകത്ത് ശക്തമായി വരികയും ചെയ്യുന്നു. അപ്പോൾ കാലത്തിന് ചുവരെടുത്ത് വായിക്കാതെ, ജനങ്ങളുടെ വിധിയെടുത്ത് വായിക്കാതെ ഈ
പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്ന വിമർശനം ഇടതുപക്ഷത്ത് തന്നെയുണ്ട്. എന്നാൽ സ്പോൺസർഷിപ്പിലൂടെ പൂർണ്ണമായും പണം കണ്ടെത്തി ഇത്തരം ആക്ഷേപങ്ങളെ തടയിടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാരിൻ്റെ മുന്നോട്ട് പോക്ക്. അതുകൊണ്ടാണ് ഇത്തവണ പൂർണ്ണമായിട്ടുള്ള തുകയും സ്പോൺസർഷിപ്പിലൂടെ പണം പിരിച്ചെടുക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത്. ചെലവുകൾ പരമാവധി കുറയ്ക്കണം. കഴിഞ്ഞ തവണത്തെ കൂടെ പോലെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ വലിയ സ്റ്റീഫൻ ദേവസിയുടെ ബാൻഡിൻ്റെ മ്യൂസിക്കോ അല്ലെങ്കിൽ ശോഭനയുടെ ഡാൻസോ തുടങ്ങിയ മെഗാ പരിപാടികൾ ഉണ്ടാകില്ല എന്നാണ് അറിയുന്നത്. മാത്രമല്ല തിരുവനന്തപുരം നഗരത്തിൻ്റെ മുക്കിലും മൂലയിലുമൊക്കെ തന്നെ ചെറിയ ചെറിയ പരിപാടികൾ അരങ്ങേറിയിരുന്നു. ഇതിനെല്ലാം ലക്ഷക്കണക്കിന് രൂപ ചെലവിടുകയും ചെയ്തു. അത്തരത്തിലുള്ള ഒരു ആർഭാടം ഇത്തവണ ഉണ്ടാകില്ല എന്നും സർക്കാർ വിശദീകരിക്കുന്നുണ്ട്. ശ്രീജിത്തെ, കഴിഞ്ഞ തവണ സ്പോൺസർഷിപ്പിലൂടെ എത്ര പണം സമാഹരിച്ചു, എത്ര തുക 27 കോടി അനുവദിച്ച തുകയിൽ നിന്ന് ചെലവഴിച്ചു, ഇങ്ങനെ പല വിവരാവകാശ രേഖകൾ നമ്മൾ നൽകിയിട്ടും അതിന് കൃത്യമായ ഉത്തരം ഇതുവരെയും നൽകാൻ സർക്കാരിന് സാധിച്ചിട്ടില്ലല്ലോ. കഴിഞ്ഞ വർഷം എത്ര തുക ചെലവായി എന്ന കണക്ക് പോലും ലഭ്യമല്ലാതെയാണ് പുതിയ സ്പോൺസർഷിപ്പിന് സർക്കാർ ഇറങ്ങുന്നത് എന്നതും വിചിത്രമല്ലേ? അരുൺ, തീർച്ചയായും കഴിഞ്ഞ വർഷം ഈ കേരളീയം പരിപാടി നടത്തുമ്പോൾ അതിൻ്റെ പരിപാടികൾക്കിടയിൽ എല്ലാ ദിവസവും മന്ത്രിമാരുടെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. വാർത്താ സമ്മേളനത്തെ അഭിമുഖീകരിക്കുന്നത് ഈ സംഘാടക സമിതിയുടെ നായകത്വം വഹിച്ച പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയായിരുന്നു. അത്തരമൊരു വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ ഞാൻ തന്നെ ഈ കാര്യം അദ്ദേഹത്തോട് അന്ന് തന്നെ ചോദിച്ചിരുന്നു, എന്നാണ് ഈ കേരളീയത്തിൻ്റെ കണക്ക് നിങ്ങൾ പുറത്തുവിടാൻ പോകുന്നത്, വരവ് ചെലവ് കണക്കുകൾ? ഈ പരിപാടികൾ പൂർത്തിയായി ഒരാഴ്ചയ്ക്കകം കണക്കുകൾ പൊതുമണ്ഡലത്തിൽ വെക്കുമെന്നായിരുന്നു അന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ പ്രഖ്യാപനം. ആ പ്രഖ്യാപനം ഇപ്പോഴും ഒരു നടപ്പിലാവാത്ത ഒരു പാഴ്വാക്കായി നിൽക്കുകയാണ്. എന്നാൽ നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന് മുഖ്യമന്ത്രി നൽകിയ ഒരു കണക്ക് മാത്രമാണ് നമുക്ക് ആകെ ആധികാരികമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നൊരു കാര്യം. 11,47,12,000 രൂപ വിവിധ സ്പോൺസർഷിപ്പിലൂടെ പ്രത്യേക അക്കൗണ്ടിലേക്ക് വന്നു എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചത്. അതുപോലും 2024 മെയ് മാസം വരെയുള്ള കണക്കാണ്. ബാക്കി കണക്കുകൾ ക്രോഡീകരിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അന്തിമ കണക്ക് ഇനിയും ആയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ കണക്കുകൾ പോലും വ്യക്തമാക്കാതെ, കണക്കുകൾ പൊതുമണ്ഡലത്തിൽ പരസ്യപ്പെടുത്താതെ വീണ്ടും ഒരു കേരളത്തിലേക്ക് സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്താൻ പോകുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരെ ഇങ്ങനെ കാലാകാലങ്ങളിൽ ഇറക്കി പണം പിരിപ്പിക്കുന്ന ഒരു ഏർപ്പാടിനപ്പുറത്തേക്ക് എന്ത് സുതാര്യതയാണ് ഈ പരിപാടിക്കുള്ളത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. തീർച്ചയായിട്ടും ശ്രീജിത്ത്, താങ്ക് യു ശ്രീജിത്ത് ചേർന്നതിന്. സംസ്ഥാന സർക്കാർ ഇപ്പോൾ വിവിധ ജനവിഭാഗങ്ങൾക്ക് കൊടുക്കാനുള്ള കുടിശ്ശികകളുടെ നേർചിത്രം കൂടി പ്രേക്ഷകരൊന്ന് മനസ്സിലാക്കൂ. ക്ഷേമ പെൻഷൻ 5 മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുക്കാനുണ്ട്. 4,250 കോടി രൂപ വേണം ഓരോ വീട്ടിലും 62 ലക്ഷം ആളുകൾക്ക് 1,600 രൂപ വീതം എത്തിക്കാൻ. നെൽകർഷകർക്ക് സംഭരണ തുകയിൽ നിന്ന് കൊടുക്കേണ്ടത് 500 കോടി രൂപയാണ്. ബാങ്ക് ഇപ്പോഴും PRSൽ പോലും കൊടുക്കാൻ തയ്യാറാകുന്നില്ല. കാരുണ്യ ആരോഗ്യ സുരക്ഷ 1,255 കോടി രൂപയുണ്ടെങ്കിലേ ആശുപത്രിയിൽ ചികിത്സ ഇനി കാരുണ്യയുടെ അടിസ്ഥാനത്തിൽ നടക്കൂ. കാരുണ്യ ബെനവലന്റ് ഫണ്ടിൽ 217.68 കോടി രൂപയുടെ കുടിശ്ശികയുണ്ട്. 108 ആംബുലൻസിലെ ജീവനക്കാർക്ക് നൽകാൻ 70 കോടി രൂപ കുടിശ്ശികയുണ്ട്. ഹൃദ്യം പദ്ധതിയിൽ 10.38 കോടി രൂപ കുടിശ്ശികയുണ്ട്. ആരോഗ്യ കിരണത്തിൽ 3.39 കോടി രൂപ കുടിശ്ശികയുണ്ട്. സ്കൂൾ പാചക തൊഴിലാളികൾക്ക് കൊടുക്കാൻ 3 മാസത്തെ ശമ്പളം കുടിശ്ശികയുണ്ട്. ഇതാണ് കണക്കുകൾ. ഈ കണക്കുകളുടെ മുന്നിൽ വീണ്ടും ഒരു കേരളീയം എന്നുള്ളത് സംസ്ഥാന സർക്കാർ ശൈലി മാറ്റുന്നു, മുൻഗണനാക്രമങ്ങൾ നിശ്ചയിക്കാൻ പോകുന്നു എന്ന പാർട്ടി തീരുമാനത്തിന് വിരുദ്ധമല്ലേ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിഥികളായി നമുക്കൊപ്പം ജ്യോതികുമാർ ചമക്കാല കോൺഗ്രസിൽ നിന്നും, നിരീക്ഷകനായി ഡോക്ടർ പ്രേംകുമാർ, BJPയിൽ നിന്നും PR ശിവശങ്കർ എന്നിവർ ചേരുന്നു. ആദ്യം ഡോക്ടർ പ്രേംകുമാറിലേക്ക്. ഡോക്ടർ പ്രേംകുമാർ, ഈ കുടിശ്ശികകളുടെ നീണ്ട കണക്ക് ഞാൻ ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിച്ചു. കുടിശ്ശികകൾ ഒരുപാട് ബാക്കി നിൽക്കെ കഴിഞ്ഞ തവണ ആഘോഷിച്ചതുപോലെ ഒരു കേരളീയം, ഇനി അതല്ല ശോഭനയുടെ ഡാൻസും സ്റ്റീഫൻ ദേവസിയുടെ പാട്ടും ഒക്കെ ഒഴിവാക്കിയാണെങ്കിൽ പോലും ചെലവ് ചുരുക്കി ഒരു കേരളീയം 2 എഡിഷൻ നടത്തുന്നത് ഈ ഘട്ടത്തിൽ ന്യായീകരിക്കുക സാധ്യമാണോ? ഒരുപക്ഷെ ഒരാഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് ഇന്ന് നടത്തിയ ചർച്ചയും ഇതിൻ്റെ ഇൻട്രോയിലും പറ്റിയ പെശകുകളെ പറ്റിയിട്ട് ഇതേ ചാനലിൽ വന്നിരുന്ന് ഡോക്ടർ അരുൺകുമാർ വളരെ ഗഹനമായി സംസാരിക്കുന്നത് എനിക്കിപ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ട്. കാരണം നിങ്ങൾ ഇത്രയും സമയം സംസാരിച്ച് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുന്നതിനുള്ള ഉത്തരം നിങ്ങൾ തന്നെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. അതായത് എല്ലാ കാര്യങ്ങളും ഞാൻ അംഗീകരിക്കുന്നു. കേരളം എന്നുള്ളത് ഇന്ത്യയിലെ ഏറ്റവും ദാരിദ്ര്യം പിടിച്ച നാടാണ്, ഇവിടെ ഒരു കാര്യവും നടക്കുന്നില്ല എന്നൊക്കെ അംഗീകരിച്ചാൽ പോലും നിങ്ങൾ ഇതിൻ്റെ ഇൻട്രോയിൽ പറയുന്നത് പോലെ കേരളീയം എന്നുള്ള ഇവന്റിന്റെ 2nd എഡിഷൻ നടത്തുന്നത് 100% സ്പോൺസർഷിപ്പിലൂടെയാണ് എന്ന് നിങ്ങളും നിങ്ങളുടെ റിപ്പോർട്ടറും പറയുന്നുണ്ട്. പിന്നെന്താണ് പ്രശ്നം?
100% സ്പോൺസർഷിപ്പിലൂടെ ആണെങ്കിൽ, സ്വകാര്യ സ്ഥാപനങ്ങളുടെ സ്പോൺസർഷിപ്പിലൂടെയാണ് നടത്തുന്നതെങ്കിൽ എവിടെയാണ് ഇത് ക്ഷേമ പദ്ധതികളും ക്ഷേമ പെൻഷനും സർക്കാരിന്റെ ധൂർത്ത് എന്നൊക്കെയുള്ള നിങ്ങളുടെ തന്നെ ആർഗ്യുമെന്റ് ഇതുമായിട്ട് നിൽക്കുക എന്നുള്ള വളരെ ലളിതമായൊരു ലോജിക്ക് എനിക്കുണ്ട്. കേരളത്തിന്റെ സാംസ്കാരിക മുഖമായിരുന്നാലും അതിന്റെ ഡെവലപ്മെന്റൽ സംഗതികളായിരുന്നാലും കേരളത്തിന്റെ കൾച്ചറൽ ക്യാപിറ്റൽ ആയിരുന്നാലും ടൂറിസം പൊട്ടൻഷ്യൽസ് ആയിരുന്നാലും ലോകത്തിന് മുന്നിൽ വേൾഡ് മാർക്കറ്റിൽ ഷോക്കേസ് ചെയ്യേണ്ടത് അത്യാവശ്യവും പ്രൊഡക്റ്റീവുമായ കാര്യമാണെന്നുള്ള കാര്യത്തിൽ അരുൺകുമാറിനോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾക്കോ തർക്കം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ അതെങ്ങനെ ഏറ്റവും കോമ്പറ്റേറ്റീവായിട്ട് ചെയ്യാം, എങ്ങനെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ചെയ്യാമെന്നുള്ളതാണ് ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ഒരു ഫ്യൂച്ചറിസ്റ്റ് കേരളത്തിന്റെ സ്വപ്നം കാണുന്ന ഒരു സർക്കാരിനും ഒരു 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 ഭരണ സംവിധാനത്തിനും ആലോചിക്കാനുള്ളത്. അതിന് ചെയ്യാവുന്ന ഇന്നത്തെ ലോകത്ത് ഏറ്റവും എളുപ്പത്തിൽ പോസിബിൾ ആയിട്ടുള്ള, കേരളം പോലെയുള്ള പെർ ക്യാപിറ്റ ഇൻകം ഏറ്റവും കൂടുതലായിട്ടുള്ള, പർച്ചേസിംഗ് കപ്പാസിറ്റി ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ആയിരക്കണക്കിന് പ്രൈവറ്റ് വ്യവസായ സ്ഥാപനങ്ങൾ, വാണിജ്യ സ്ഥാപനങ്ങൾ കോടിക്കണക്കിന് രൂപ അവരുടെ പരസ്യത്തിന് എല്ലാ ദിവസവും എല്ലാ മണിക്കൂറും എന്നുള്ളതുപോലെ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന, അത്രയും ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസ് നടക്കുന്ന കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് കേരളീയം പോലെ സൂപ്പർ സക്സസ് ആയിട്ടുള്ള, ഗ്ലോബലി സക്സസ് ആയിട്ടുള്ള ഒരു ഇവന്റ് നടത്താൻ സ്പോൺസർഷിപ്പ് എന്നുള്ളത് വളരെ വളരെ എളുപ്പത്തിൽ സാധിക്കാവുന്ന കാര്യമാണ്. മാത്രം ഞാനൊന്ന് ഇടപെടുന്നു. അതിനുശേഷം ഞാൻ കൂടുതൽ സമയം അങ്ങേക്ക് അനുവദിക്കാം. നമ്മൾ ഇന്ന് വളരെ കുറച്ച് അതിഥികൾ മാത്രമേ നമുക്കുള്ളൂ. നമ്മൾ 4 പേര് മാത്രമേ ഉള്ളൂ. പ്രേംകുമാർ, കേരളീയം 1ാമത്തെ എഡിഷൻ സൂപ്പർ സക്സസ് ആണ് എന്നാണ് അങ്ങ് പറഞ്ഞത്. ശരി, സൂപ്പർ സക്സസ് ആയ കേരളീയം എഡിഷന്റെ ഒരു ഇമ്പാക്റ്റ് താങ്കൾ പറയാമോ? റിപ്പോർട്ടർ ചാനൽ, ഞാനൊരു കോളേജിൽ അധ്യാപകനായിരുന്നു. അരുൺകുമാർ ഒരു കോളേജിൽ അധ്യാപകനായിരുന്നു, വളരെ റെപ്യൂട്ടഡ് ആയ അധ്യാപകനായിരുന്നു. ആ ജോലി രാജിവെച്ചിട്ടാണ് നിങ്ങൾ ഈ ജോലിക്ക് വന്നുള്ള സ്വകാര്യ മേഖലയിലേക്ക്. സത്യമാണല്ലോ. എന്ത് ഇമ്പാക്റ്റ് ആണ് അത് കേരളത്തിന് ഉണ്ടാക്കിയത് എന്ന് 3 മാസം കഴിഞ്ഞിട്ട് ചോദിച്ചാൽ എങ്ങനെയാണ്? പ്രേംകുമാർ ജോലി രാജിവെക്കുന്നതും ഞാൻ ജോലി രാജിവെക്കുന്നതും കേരളീയത്തിന്റെ ഇമ്പാക്ട് ഒരുപോലെയാണെന്നാണോ പ്രേംകുമാർ പറയുന്നത്? ആദ്യത്തെ എഡിഷൻ കോഴിക്കോടായിരുന്നു നടന്നത്. അത് കഴിഞ്ഞ ഉടനെ 3 മാസം കഴിഞ്ഞിട്ട് എന്താണ് ഇതിന്റെ ഇഫക്റ്റ്, എന്താണ് ഇതിന്റെ ഇമ്പാക്ട് എന്ന് ചോദിച്ചിരുന്നു കുറെ ആളുകൾ. ഇപ്പൊ 16-17 വർഷം കഴിയും നമുക്കറിയാം കേരളത്തിൽ അത് എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത്. യുവജനോത്സവത്തിന് കോടിക്കണക്കിന് രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒരു ഇവന്റ് നടന്നു, ചരിത്രത്തിൽ ആദ്യമായിട്ട് നടക്കുകയാണ്. വളരെ ആങ്സൈറ്റിയോടെയായിരുന്നു ആളുകൾ അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. വിചാരിച്ചതിനേക്കാൾ പാർട്ടിസിപ്പേഷനും ഗ്ലോബൽ മീഡിയ കവറേജും ഗ്ലോബൽ സ്കോളേഴ്സ് ഒക്കെ വന്നിട്ടുള്ള ഒരു സംഗതിയായിരുന്നു. അന്ന് തന്നെ അവിടുന്ന് പ്രഖ്യാപിച്ചതാണ് ഇതൊരു സ്ഥിരം പരിപാടിയാവുകയാണ്. പറയാൻ കഴിയുന്ന കേരളീയം 1 കഴിഞ്ഞ് കേരളീയം 2ലേക്ക് എത്തി നിൽക്കുമ്പോൾ ആ കേരളീയം 1ന്റെ ബെനിഫിറ്റ് കേരളത്തിലെ സാധാരണക്കാരന് അനുഭവപ്പെടുന്ന ഒരു കാര്യം അങ്ങ് പറഞ്ഞാൽ മതി. കേരളത്തെ ഷോക്കേസ് ചെയ്തതിന്റെ ഭാഗമായി ഇന്ന മേഖലയിൽ ഒരു മാറ്റമുണ്ടായി, അല്ലെങ്കിൽ മാറ്റത്തിന്റെ സൂചന തുടങ്ങി. കേരളീയം 1 ഷോക്കേസ് ചെയ്തതിന്റെ ഭാഗമായി ഒരു ഹാപ്പിനെസ് ഇൻഡെക്സ് ഇന്ന മേഖലയിൽ കൂടി. ഞാൻ വരാം. എനിക്കൊന്നുണ്ടോ, താങ്കൾക്ക് കേൾക്കുന്നുണ്ടോ പ്രേംകുമാർ? ഡോക്ടർ പ്രേംകുമാറിന്റെ ശബ്ദവിനിമയത്തിൽ ചെറിയൊരു തടസ്സം നേരിട്ടുണ്ട്. ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. എന്തായാലും അങ്ങയുടെ ചോദ്യം എന്റെ ബാക്കി നിൽക്കുന്നു. ഞാനൊന്ന് ജ്യോതികുമാറിലേക്ക് പോയി വരാം. ജ്യോതികുമാർ, സൂപ്പർ സക്സസ് ആയ കേരളീയം 1 ശേഷം ഇതാ കേരളീയം 2 വരുന്നു. ഡോക്ടർ പ്രേംകുമാറും സർക്കാരും വാദിക്കുന്നത് ഇത് സമ്പൂർണ്ണമായി സ്പോൺസർഷിപ്പിൽ നടക്കുന്നതാണ്. അതുകൊണ്ട് സാധാരണക്കാരൻ്റെ കൊടുക്കാനുള്ള പണത്തെക്കുറിച്ച് പ്രതിപക്ഷം ആശങ്കപ്പെടേണ്ട. അത് സ്വകാര്യ നടത്തിപ്പുകാരായിരിക്കും അത് നടത്തുക. സർക്കാരിൻ്റെ നികുതി പണത്തിൽ നിന്ന് ഒരു പണം പോലും കേരളീയത്തിന് ചെലവഴിക്കില്ല എന്നാണ് ഇപ്പോൾ പ്രേംകുമാറിൻ്റെയും സർക്കാരിൻ്റെയും വാദം. കേരളീയം 2 നിങ്ങൾ എതിർക്കുന്നത് എന്തിനാണ് ജ്യോതികുമാർ? ഇവിടെ അദ്ദേഹത്തിൻ്റെ വാചകത്തിൽ ഗ്ലോബലി സൂപ്പർ സക്സസ് ആയ കേരളീയം വേർഷൻ 1 കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വേർഷൻ 2ലേക്ക് കടക്കുന്നത്. ഇവിടെ നമ്മൾ ചില അടിസ്ഥാനപരമായ ചില ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ പ്രേംകുമാറിനെ സംബന്ധിച്ച് ഈ സർക്കാർ വന്നതിന് ശേഷം അദ്ദേഹത്തെ സംബന്ധിച്ച് സൂപ്പർ സക്സസ് ആണ് എല്ലാ കാര്യങ്ങളും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് സർക്കാരിനെ സംബന്ധിച്ചും ആ ചിന്താഗതിയാണ് അവർക്കുമുള്ളത്. നമ്മുടെ മുമ്പിലുള്ള അടിസ്ഥാനപരമായ പ്രശ്നം ഇവിടെ ഈ സർക്കാരിൻ്റെ പ്രയോറിറ്റിയെ സംബന്ധിച്ചാണ്. സർക്കാരിൻ്റെ പ്രയോറിറ്റി തെറ്റിയത് തന്നെയാണ് സർക്കാരിന് രാഷ്ട്രീയമായ പരാജയം ഉണ്ടാകാൻ കാരണമായിട്ടുള്ളത് എന്ന് സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടി തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. അങ്ങനെ ആ പാർട്ടി കണ്ടെത്തിയിരിക്കെ സർക്കാരിൻ്റെ പ്രയോറിറ്റി
ആ പ്രയോറിറ്റിയിൽ മാറ്റമുണ്ടാകേണ്ടതുണ്ട് എന്ന് വളരെ കൃത്യമായി പോളിറ്റ് ബ്യൂറോ ഉൾപ്പെടെ അംഗീകരിച്ച, കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച അവരുടെ തെരഞ്ഞെടുപ്പ് പരാജയത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ പ്രത്യേകിച്ച് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അപ്പോൾ ആ പ്രയോറിറ്റി അവിടെ നിൽക്കെ നിങ്ങൾ വീണ്ടും ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള സൂപ്പർ സക്സസ് ആയിട്ടുള്ള ഇതൊക്കെ പറയാൻ ശ്രീ പ്രേംകുമാറിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഇതൊക്കെ കഴിയുന്നു എന്നുള്ളത് വലിയ അത്ഭുതകരമാണ്. ഏതായാലും അത്തരത്തിൽ സൂപ്പർ സക്സസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം വീണ്ടും നടത്താൻ പോവുകയാണ്. ഞാനത് ചോദിക്കട്ടെ, നിങ്ങൾ കഴിഞ്ഞ വർഷം ഈ പ്രോഗ്രാം നടത്തി. താങ്കൾ ചോദിച്ചതുപോലെ ഈ പ്രോഗ്രാം നടത്തിയതിൻ്റെ ബെനിഫിഷ്യറീസ് ആരൊക്കെയാണ്? കേരളത്തിന് എന്തെല്ലാം നേട്ടമുണ്ടായിട്ടുണ്ട്? ഇതുകൊണ്ട് ഏതെല്ലാം മേഖലയിലാണ് നമുക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ഇതിനെ സംബന്ധിച്ച് നിങ്ങളൊരു ഇതിൻ്റെ ഏതായാലും ഒരു പ്രോഗ്രാം നടത്തി കഴിയുമ്പോൾ നമ്മൾ അതിനെ ഒരു വിശകലനം നടത്തണമല്ലോ. നിങ്ങൾ ഈ വാക്കാൽ പറയാതെ ഇതിനെ സംബന്ധിച്ച് ഈ സർക്കാരിൻ്റെ കണ്ടെത്തലുകൾ എന്തെല്ലാമാണ്? നിങ്ങൾ പറഞ്ഞല്ലോ, താങ്കൾ ചോദിച്ചു എന്തായിരുന്നു ഇവിടെ ലക്ഷ്യമെന്ന്. ഇവർ ലക്ഷ്യമായി പറഞ്ഞിട്ടുള്ളത് കേരള പിറവിക്ക് ശേഷം ഉണ്ടായിട്ടുള്ള കേരളം കൈവരിച്ചിട്ടുള്ള പുരോഗതിയെ സംബന്ധിച്ച്, സ്വീകരിച്ച പുരോഗമന ആശയങ്ങളും കാഴ്ചപ്പാടുകളും സംബന്ധിച്ച്, കേരളത്തിൻ്റെ നേട്ടങ്ങളെ സംബന്ധിച്ച് ലോകത്ത് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇവരിത് തുടങ്ങുന്നതെന്നാണ് പറഞ്ഞത്. നിങ്ങൾ എങ്ങനെ ഏത് വിധത്തിൽ അത് ചെയ്യാൻ കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് വ്യക്തമാക്കാമോ? കഴിഞ്ഞ ഒന്നാം ഘട്ടം നമുക്കറിയാമല്ലോ. നവകേരള സദസ്സ് കഴിഞ്ഞതിന് ശേഷം കേരളീയം നവംബർ 1 തീയതി മുതൽ 2023 നവംബർ 1 തീയതി മുതൽ നവംബർ 7 തീയതി വരെ സംസ്ഥാനത്ത് നടത്തുമ്പോൾ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നടത്തുമ്പോൾ 29 വേദികളിലായിട്ടാണ് പല കലാപരിപാടികൾ നടന്നിട്ടുള്ളത്. 22 എക്സിബിഷൻ സെൻറ്ററുകൾ ഉണ്ടായിരുന്നു. 11 ഫുഡ് ഫെസ്റ്റിവൽ നടത്തിയിട്ടുണ്ട്. 25 സെമിനാറുകൾ 5 വേദികളിലായി നിങ്ങൾ നടത്തിയിട്ടുണ്ട്. 6 ഫ്ലവർ ഷോ നടത്തിയിട്ടുണ്ട്. 4 വേദികളിലായിട്ട് 140 സിനിമ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതിലൂടെ എന്ത് നേട്ടമാണ്, എന്ത് ഗുണമാണ് ഈ സംസ്ഥാനത്തിന് ഉണ്ടായിട്ടുള്ളത്? ജ്യോതി, അത് കനമുള്ള ചോദ്യം തന്നെയാണ്. നമുക്കതിന് മറുപടി കിട്ടിയിരുന്നില്ല. ഞാൻ ഇതേ ചോദ്യമാണ് പ്രേംകുമാരോട് ചോദിച്ചത്. ഇടയ്ക്കൊന്ന് ശബ്ദം തടസ്സപ്പെട്ടു പോയതുകൊണ്ട് ഞാൻ ജ്യോതിയിലേക്ക് തിരിച്ചു വരികയും ചെയ്യാം. ജ്യോതി ബാക്കി പറയേണ്ടത് കുറിച്ചു വെച്ചോളൂ. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ചോദ്യമായതുകൊണ്ടാണ്. പ്രേംകുമാർ, മറുപടി വേണം എനിക്ക്. ജ്യോതി ചോദിച്ചതിനുള്ള മറുപടി അത് തന്നെയായിരുന്നു എന്റെയും ചോദ്യം. എന്താണ് ചോദ്യം? അതായത് 29 വേദികളിലായി പോപ്പുലർ കൾച്ചർ അടക്കമുള്ളവ അരങ്ങേറി. ഈ 7 ദിവസം നടന്ന സെമിനാറുകൾ, ഭക്ഷ്യമേളകൾ, അവിടെ നടന്ന ആഘോഷങ്ങൾ, അവിടെയുള്ള ഇല്യൂമിനാനിറ്റി, എന്താണ് ഈ പറയുന്ന ലൈറ്റ് പ്രദർശനങ്ങൾ, ഇതൊക്കെ കൊണ്ട് ഒരു വർഷത്തിനു ശേഷം കേരളത്തിന് സംഭവിച്ച നേട്ടം എന്താണ്, കേരളത്തിന് ലഭിച്ച നേട്ടം എന്താണ്, അതിൻ്റെ ഏത് ബെനിഫിഷ്യറിക്കാണ് ഗുണമുണ്ടായത് എന്ന് ഒന്ന് പറയാൻ കഴിയുമോ? അല്ല, പറയാൻ നിങ്ങൾ ചോദിക്കുന്ന രീതിയിൽ അതിന് മറുപടി പറയാൻ പറ്റില്ല. കാരണം ഞാൻ പറയാം, ഈ കഴിഞ്ഞ 8 വർഷം കൊണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് കേരളത്തിലെ പ്രൈമറി, ഹൈസ്കൂൾ, ഹയർ എഡ്യൂക്കേഷൻ സെഗ്മെന്റിൽ കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് കിഫ്ബി വഴി. അതിന്റെ എന്ത് റിസൾട്ടാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ, ഇപ്പൊ 12ാം ക്ലാസ് പാസ്സാവുന്ന 4 കുട്ടികളെ എടുത്തിട്ട് പരീക്ഷ എഴുതി നോക്കിയാൽ അവരെ മാർക്ക് കൂടിയോ? ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റുന്നതല്ല. ഇതിനെ നമ്മൾ എന്താ പറയാ, ഉടക്ക് ചോദ്യങ്ങളെന്നോ മുടക്ക് ചോദ്യങ്ങളെന്നാണ് പറയാ. കിഫ്ബിയുടെ കാര്യത്തിൽ എനിക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ടെന്ന് താങ്കൾക്ക് അറിയാമല്ലോ. സ്കൂളുകളുടെ ഭൗതികമായിട്ടുള്ള അന്തരീക്ഷം മെച്ചപ്പെട്ടു എന്നുള്ളത് നേരിട്ട് നമുക്ക് കാണാമല്ലോ. പക്ഷെ അതുപോലെ അല്ലല്ലോ കേരളീയം. ഇല്ല അരുൺ, അതായത് സ്കൂളിന്റെ ഭൗതിക അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതും കുട്ടികളുടെ ഇന്റലക്ച്വൽ ഔട്ട്പുട്ടും തമ്മിൽ ഡയറക്റ്റ് ആയിട്ട് റിലേഷൻ ഉണ്ടോ, എന്ത് വ്യത്യാസമാണ് ഉണ്ടായത് എന്ന് ഒരു ഉടക്ക് ചോദ്യം ചോദിച്ചാൽ ആകെ നിങ്ങൾ മണ്ടനാണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഡിസ്കഷന്റെ ആംഗിളിന് വേണ്ടി അതെന്തോ ആവട്ടെ. അദ്ദേഹം അത് ഇരിക്കുന്ന പൊസിഷന്റെ കാര്യം നിന്നുകൊണ്ട് പറയുന്നതാണ്. അതായത് ഉറുക്ക് കെട്ടിയാൽ എന്താ പറയാ, കൂടോത്രം ചെയ്താൽ പൊളിറ്റിക്കലി വിൻ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് ജ്യോതികുമാർ ഇവിടെ ഇരിക്കുന്നത്. ഈ ഇത്തരത്തിലുള്ള കേരളത്തിലാണ് സാംസ്കാരിക പ്രവർത്തനങ്ങൾ, കേരളത്തിന്റെ ഡെവലപ്മെന്റിലെ കാര്യങ്ങൾ നാട്ടുകാരെ അറിയിക്കേണ്ടി വരുന്നത് അത്രയും ആവശ്യമാവുന്നത്. ഇതാണ് കേരളത്തിന്റെ ഒരു സൈഡ്. അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഒരിടത്ത് സർക്കാരിന്റെ ഉത്തരവാദിത്തത്തിൽ സ്വകാര്യ മേഖലയിലാവട്ടെ ഒരു 10-12 ദിവസം ഒരു ഫെസ്റ്റിവൽ നടക്കുകയും ജനങ്ങൾ മുഴുവൻ അവിടെ എന്താ പറയാ കലാ സാംസ്കാരിക പരിപാടികളിൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ നെറ്റ് ഉണ്ടാവുന്ന ഇഫക്റ്റ് എന്നുള്ളത് ഇന്റലക്ച്വൽ ആണ്, ഇമാജിനേറ്റീവ് ആണ്, കൾച്ചറൽ ആണ്, ടോട്ടൽ അവേക്കനിങ് എന്നുള്ള സാധനമാണ്. ഇതിനെ നമുക്ക് ആ തരത്തിൽ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ ആ ദിവസങ്ങളിൽ ഒരു നിമിഷം പ്രേംകുമാർ, കേരളത്തിൻ്റെ കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ
നേട്ടങ്ങൾ ഷോക്കേസ് ചെയ്യുകയായിരുന്നല്ലോ, പുരോഗതിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുകയായിരുന്നല്ലോ, വിവിധ മേഖലകളിലെ പ്രശ്നങ്ങൾ മുന്നോട്ട് വയ്ക്കുകയായിരുന്നല്ലോ. ഇപ്പോഴും കേരളത്തിൻ്റെ നവോത്ഥാന സമിതിയുടെ ചെയർമാനായിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ തന്നെയല്ലേ? കേരളീയത്തിന് ശേഷവും ന്യൂനപക്ഷ വിരുദ്ധത പ്രചരിപ്പിക്കുന്ന, ഇസ്ലാമോ ഫോബിയ പടർത്തുന്ന നവോത്ഥാന സമിതിയുടെ ചെയർമാനായ ഒരു മനുഷ്യനെ ഇരുത്തിക്കൊണ്ടാണോ ഇനി വീണ്ടും കേരളീയം നേരിട്ട പുരോഗമനപരമായിട്ടുള്ള കാൽപ്പാടുകൾ ജനങ്ങളിലേക്ക് പകരാൻ പോകുന്നത്? ചുരുങ്ങിയ പക്ഷം അതിലെങ്കിലും ഒരു മാറ്റം വരണ്ടേ? അതിലുണ്ടായിട്ടില്ലല്ലോ. അതും ഇതും തമ്മിൽ എന്താ ബന്ധം? അതും ഇതും തമ്മിൽ എന്താ ബന്ധം? വർഗീയതയെ ചെറുക്കാനല്ലേ ഞാൻ വിവിധ സെമിനാറുകൾ നടത്തിയത്? ചോദിച്ചാൽ അരുൺ വല്ലാതെ ബുദ്ധിമുട്ടിലാവും. അരുൺ വല്ലാതെ ബുദ്ധിമുട്ടിലാവും. ഞാൻ ഇതിന് തർക്കുത്തരം ചോദിച്ചാൽ ചോദ്യം ഒഴിവാക്കുകയാണ്. അത് താങ്കൾ ചോദിച്ചോളൂ. അതായത് ഞാൻ പറയട്ടെ, യെസ്, പൊളിറ്റിക്കൽ സയൻസിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ തിയറീസിന് വേണ്ടി ആർഗ്യൂ ചെയ്യുന്ന അരുൺകുമാർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് ഇൻവെസ്റ്റ് ചെയ്ത ആളുടെ പ്രൊഫൈലിനെ പറ്റി ഞാൻ ചോദിച്ചാൽ അതല്ലല്ലോ അതിന്റെ ശരി. അരുണിന്റെ നിലപാടിനോട് അതാണ് പറയേണ്ടത്. ടെലിവിഷൻ ചാനലുകളിൽ ചർച്ച ചെയ്തതുകൊണ്ട് പ്രേംകുമാർ ലഭിച്ച ഇടതുപക്ഷത്തിന്റെ ആനുകൂല്യങ്ങളെ കുറിച്ചല്ലോ നമ്മുടെ ചർച്ച. ആ ചർച്ച ഞാനും ചോദിക്കാം. അതിന്റെ ആവശ്യമില്ലല്ലോ. ഇടതുപക്ഷത്തിന്റെ ആനുകൂല്യം ഞാൻ പറയുന്നത് ഓരോരോ കാര്യങ്ങളായി ഞാൻ പറയുന്നത്. അപ്പോൾ വ്യക്തിപരമായ തലങ്ങളിലേക്കല്ലല്ലോ ചർച്ച. നമ്മൾ കേരളീയത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ വ്യക്തിപരമാക്കുന്നത് എന്തിനാണ്? ഞാൻ വ്യക്തിപരമായ ചോദ്യമല്ലല്ലോ ചോദിച്ചത്. നവോത്ഥാന സമിതിയുടെ ചെയർമാനായി വെള്ളാപ്പള്ളി നടേശൻ ഇസ്ലാമോഫോബിക്കായ ആശയങ്ങൾ പടർത്തിക്കൊണ്ടിരിക്കുന്നത് കേരളീയം കഴിഞ്ഞ 5 മാസം 6 മാസം 7 മാസം കഴിയുമ്പോഴും സംഭവിക്കുന്നുണ്ടെങ്കിൽ എന്ത് പുരോഗതിയാ, എന്ത് പുരോഗമനപരമായ നിലപാടാണ് നിങ്ങൾ കേരളത്തോട് പറയാൻ പോകുന്നത് കേരളീയം വഴി? സുഹൃത്തെ, ഞാൻ പറഞ്ഞത് അത് വളരെ ഡിഫറെന്റ് ആയ ഒരു ടോപ്പിക്കാണ്. അത് വെച്ചിട്ടല്ല ഈ ഇഷ്യൂ ചർച്ച ചെയ്യേണ്ടതെന്നാണ്. വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടുകളോട് ഒരു കാരണവശാലും യോജിക്കാത്ത ഒരാളാണ് ഞാൻ. ഇന്നും അയാൾ ആ സമിതിയുടെ ചെയർമാൻ ആയിരുന്ന സമയത്തും ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും ബോധ്യപ്പെടുന്ന രീതിയിൽ പ്രേംകുമാർ ഒന്ന് പറയൂ. കേരളീയത്തിന്റെ ഗുണപരമായ മാറ്റം കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് അനുഭവിക്കേണ്ടത്? ശോഭനയുടെ ഡാൻസ്, സ്റ്റീഫൻ ഡേവസിയുടെ ഗാനമേള, ജയചന്ദ്രന്റെ ഗാനമേള, ഇതിനുവേണ്ടി മാത്രം കലാപരിപാടികൾക്ക് 1,55,00,000, 4 കോടി രൂപ ഇൻസ്റ്റലേഷൻ, ഒപ്പം പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു. ഇതിൻ്റെയൊക്കെ ഗുണപരമായിട്ടുള്ള മാറ്റം എന്താണെന്ന് കൂടി താങ്കളൊന്ന് പറയണം. 7 ദിവസം നീണ്ടുനിന്ന ഓണം വാരാഘോഷത്തിന് ശേഷം നടക്കുന്ന ഒരു പരിപാടിയാണെന്നത് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട്. അതിന്റെ മുന്നേ ജ്യോതികുമാർ പറയുമ്പോൾ ഞാൻ അത് തള്ളിക്കളയാം. പക്ഷെ അരുൺ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം പ്രേംകുമാറിന് കിട്ടിയ സൗഭാഗ്യങ്ങളെന്ന് എന്തെങ്കിലും ഒരു കാര്യം, ഒരൊറ്റ കാര്യം അരുണിന് പറയാൻ പറ്റിയാൽ ഇപ്പൊ നടത്തുന്ന സകല പണികൾ ഞാൻ നിർത്താം. ഞാൻ ഒരു അക്ഷരം എഴുതില്ല, ഒരക്ഷരം മിണ്ടില്ല. ഇടതുപക്ഷ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പ്രേംകുമാറിന് കിട്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ആനുകൂല്യം നിങ്ങൾക്ക് പറയാൻ പറ്റിയാൽ ഇല്ലെന്നോ നിങ്ങൾ ഇവിടെ വ്യക്തമാക്കണം. ജ്യോതി പറയൂ. അരുൺ പറഞ്ഞതിനാണ് ഞാൻ പറയുന്നത്. അരുൺ പറഞ്ഞതിനാ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞതിനെ അരുൺകുമാർ താങ്കൾ ഏതെങ്കിലും അരുൺകുമാറാണ് മറുപടി പറയേണ്ടത്. താങ്കളോട് ചോദിക്കുന്നത് ഞാനത് വിട്ടതാണ്. കാരണം അത് ആ ചോദ്യം ഞാൻ ചോദിക്കേണ്ടത് വെച്ചാൽ അത് വ്യക്തിപരമായ ചോദ്യം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ആ ചർച്ച ബൈക്കില്ല. കണ്ടുകൊണ്ടിരിക്കുന്നവർക്കറിയാം ഏത് സർവകലാശാലയിലെ ഏത് സിൻഡിക്കേറ്റ് മെമ്പറാണ്. ഞാൻ അതൊന്നും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അത് അദ്ദേഹത്തിന് മെറിറ്റ് കിട്ടിയതാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ചോദ്യമല്ല അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത് പ്രേംകുമാർ. അതുകൊണ്ട് നമ്മൾ അതല്ല വിഷയം. പ്രേംകുമാറിന് കിട്ടിയ സിൻഡിക്കേറ്റ് പദവിയോ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനം വളരെ ക്രെഡിബിളായി പ്രേക്ഷകരുടെ മുന്നിൽ വയ്ക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് എനിക്ക് വേണ്ടത്. ആ മറുപടി താങ്കൾക്ക് പറയാൻ കഴിയുമെങ്കിൽ താങ്കൾ പറയുക. നമ്മൾ വ്യക്തിപരമായ ചർച്ചയിലേക്ക് പോകേണ്ട കാര്യം. നമുക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സംസാരിക്കാം, നമുക്ക് തർക്കിച്ച് തീർക്കാം. പക്ഷേ പ്രേക്ഷകർ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കേരളീയം മുന്നോട്ട് താങ്കൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാനല്ലല്ലോ ഇത് തുടക്കം വിട്ടത്. ഒരു നിമിഷം ജ്യോതി, ഞാൻ താങ്കളിലേക്ക് വരാം. PR ശിവശങ്കർ, നിങ്ങളുടെ ഈ വിഷയത്തിൽ നിങ്ങളുടെ ടേക്ക് എന്താണ്? PR ശിവശങ്കർ. അരുൺ ഇത് തീർക്കണം. ഈ പറഞ്ഞ കാര്യം ക്ലാരിഫൈ ചെയ്യണം. കാരണം ഒരു പബ്ലിക് ഡിബേറ്റിലാണ് നിങ്ങൾ പറയുന്നത്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റിലേക്ക് എന്നെ നോമിനേറ്റ് ചെയ്തിരുന്നു. സത്യമാണ്. ഒരു സിൻഡിക്കേറ്റ് മെമ്പർ ആവാനുള്ള എല്ലാ യോഗ്യതകളും എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞാൻ ആ പൊസിഷനിൽ ഇരിക്കുന്നില്ല. ഞാൻ റിസൈൻ ചെയ്ത് പുറത്തിറങ്ങി. അതെ, ആയിരുന്നു. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ.
ആയിരുന്നു എന്നാ പറയേണ്ടത്. അതെ, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ പ്രേംകുമാർ. അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ല. പക്ഷെ താങ്കൾ സൂചിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞതാണ് സർക്കാരിന്റെ ഔദാര്യമാണെന്നേ. അല്ലല്ല, അത് വിടും, ഔദാര്യമാണ്. അത് അദ്ദേഹത്തിന് മെറിറ്റ് ഉള്ളത് കൊണ്ട് കിട്ടിയതാണ്. എനിക്ക് അതിനകത്ത് തർക്കമൊന്നുമില്ല, അതവിടെ നിന്നോട്ടെ. പക്ഷേ എന്റെ ചോദ്യത്തിന് ഉത്തരം വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വരുമ്പോൾ താങ്കൾ സ്വീകരിച്ച ഡിഫൻസ് വളരെ മോശമായി പോയി. അത്രേ ഉള്ളൂ. ഒരു നിമിഷം. പി ആർ ശിവശങ്കർ കേരളീയത്തിന്റെ രണ്ടാമത്തെ എഡിഷനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? പി ആർ ശിവശങ്കർ. ആവശ്യമില്ല, അതാ ഞാൻ പറഞ്ഞത്. അരുൺ, ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ കേരളത്തിലെ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്ന ഓരോ വ്യക്തികളും മനസ്സിലാക്കുന്നതും ആഗ്രഹിക്കുന്നതും, ഒരു ജനാധിപത്യ സർക്കാർ അതിൻ്റെ ഓരോ ദിവസത്തെയും ക്രിയകൾ ചെയ്യുമ്പോൾ അതിനൊരു പ്രയോറിറ്റി ഉണ്ടാകണം, അല്ലെങ്കിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് കേരളത്തിലെ സർക്കാർ ഇന്ന് ഇത്രയേറെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു സർക്കാർ അതിൻ്റെ പ്രയോറിറ്റി നിശ്ചയിക്കുമ്പോൾ എങ്ങനെയാണ് ഈ കേരളീയം എന്നുള്ള ഒരു ദൂർത്ത് മുന്നോട്ട് വരുന്നത്? നമുക്കറിയാം, ഈ സംസ്ഥാനത്ത് ഇവർ പറയുന്നത് സംസ്ഥാനത്തിൻ്റെ, ഇപ്പോൾ ശ്രീ പ്രേംകുമാറും പറഞ്ഞിരുന്നു, ഇത് കേരളത്തിൻ്റെ ബഡ്ജറ്റിൽ നിന്ന് ഒരു പണം എടുക്കുന്നില്ല. നമുക്കറിയാം. പക്ഷേ അത്തരത്തിലുള്ള ബഡ്ജറ്റുകൾ സംഘടിപ്പിക്കാനായിട്ട് സംസ്ഥാനത്തെ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റുകളും എത്രത്തോളം പിരിവുകൾ നടത്തിയിരുന്നു. അത് ഈ സംസ്ഥാനത്തെ കുറച്ചു മുമ്പ് നടത്തിയിരുന്ന സംസ്ഥാന സർക്കാരിൻ്റെ മറ്റെല്ലാ പരിപാടിയിലും എങ്ങനെയാണ് GST കമ്മീഷണർ അടക്കമുള്ള ആളുകൾ ഓരോ സ്ഥാപനങ്ങളിൽ നിന്നും പിരിച്ച തുക എങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞു. 2, അദ്ദേഹം തന്നെ പറഞ്ഞു, ഇത്തരത്തിലുള്ള പണം പിരിച്ചിട്ടില്ല എങ്കിൽ, ഒരൊറ്റ പണവും സംസ്ഥാന സർക്കാരിൽ നിന്ന് കഴിഞ്ഞ തവണ എടുത്തിട്ടില്ല എങ്കിൽ അത് വലിയ സക്സസ് ആണ് എങ്കിൽ എന്തുകൊണ്ടാണത് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചിട്ട് ഒരിക്കൽ പോലും ഒരു മറുപടി ഇതുവരെ കിട്ടാത്തത്? എന്തുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾക്ക് നിയമസഭയിൽ മറുപടി നൽകാത്തത്? അപ്പോൾ ഈ സംസ്ഥാന സർക്കാരിനെ കഴിഞ്ഞ കേരളീയത്തിലും മറയ്ക്കാൻ പലതും ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു ബ്രാൻഡ്, ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡായി അത് സക്സസ് ആയെങ്കിൽ തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരും അതിൻ്റെ മന്ത്രിമാരെല്ലാം നിരന്തരം സഭകളിൽ ഇത് വലിയ കാര്യമായി കൊട്ടിഘോഷിച്ചേനെ. ഇതിൻ്റെ കണക്ക് പറഞ്ഞേനെ, ഇതിൻ്റെ ഇത്ര രൂപ കണക്ക് വന്നു. അത് പ്രേംകുമാറിൻ്റെ തലയിൽ മാത്രം വിരിഞ്ഞ അത്ഭുതകരമായ പ്രതിഭാസമൊന്നുമില്ല. അതേ, ഇത്ര രൂപ ചിലവായി, ഇത്ര രൂപയുടെ അസറ്റ്, ഇത്ര രൂപയുടെ ബ്രാൻഡ് പ്രൊമോഷൻ നടന്നു, അതിന് കേരളത്തിന് വലിയ വികസനമുണ്ടായി എന്ന് അക്കമിട്ട് രാജേഷും അതുപോലെ തന്നെ സ്പീക്കർ ഒഴിച്ചുള്ള, പറ്റുമെങ്കിൽ സ്പീക്കറും കയറി പറഞ്ഞേനെ ഇവിടെ ഇത്ര കണക്കുകൾ വിവരം ഉണ്ടായെന്ന്. അപ്പോൾ സംസ്ഥാനത്തിലെ മന്ത്രിസഭയ്ക്കോ അതിലെ മന്ത്രിമാർക്കോ MLA-മാർക്കോ CPM-ൻ്റെ നേതാക്കൾക്കോ പറയാൻ ഒന്നുമില്ല ആ വികസനത്തെക്കുറിച്ച് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ പിന്നെ ഇവിടെ പെൻഷൻ പോലും കൊടുക്കാത്ത സമയമെന്ന് വിചാരിക്കണം. ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല, പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള ടാക്സ് അതുപോലുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് കളക്ഷൻ പോലും മാറ്റി വെച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ഈ കേരളീയം നടത്തുന്നത്, കേരളീയത്തിൻ്റെ വലിയ വികസനത്തെക്കുറിച്ച് പറഞ്ഞത്. പക്ഷേ എനിക്ക് മറ്റൊരു കാര്യത്തിൽ എനിക്ക് വളരെ വിശ്വാസമുണ്ട്, പ്രതീക്ഷയുണ്ട്. ഇതുകൊണ്ട് ആർക്കാണ് ഗുണപരമാകുക എന്ന് അരുൺ ചോദിക്കുന്നത് കേട്ടു. എനിക്ക് തോന്നുന്നത് ഇതുകൊണ്ട് ഏറ്റവും ഗുണമുണ്ടാകാൻ പോകുന്നത് അടുത്ത തവണയും BJP-ക്കായിരിക്കും. ഒരു സംശയവുമില്ല. കാരണം കഴിഞ്ഞ തവണ കേരളീയം നടത്തിയത് ആരൊക്കെയായിരുന്നു? 1 ശോഭന 8 ലക്ഷം രൂപ കൊടുത്ത് ഡാൻസ് നടത്തി. 2 മുകേഷ് മേടിച്ചു, ഒരു GS പ്രദീപും കൂടി 8,30,000 രൂപ. ശോഭനയേക്കാൾ കൂടുതൽ പണമാണ് GS പ്രദീപിനും മുകേഷും കൂടെ കൊടുത്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ മുരുകൻ നടത്തി, ചിത്ര നടത്തി, അതേപോലെ പിന്നെ കുറേ സ്റ്റീഫൻ ദേവസ്യൊക്കെ നടത്തി. ഇതിൽ നടത്തിയതിൽ ശോഭന BJP-യിലേക്ക് വന്നു, ചിത്ര രാമജന്മഭൂമിക്ക് അനുകൂലമായിട്ട് പറഞ്ഞു, മുകേഷ് ആണെങ്കിൽ തോക്കുകയും ചെയ്തു. അപ്പോൾ ഇത് നടത്തിയിട്ട് സത്യത്തിൽ CPM-ന് നഷ്ടമാണ്, പിന്നെ അതുപോലെ ഗുണമുണ്ടായത് BJP-ക്കാണ്. അതുകൊണ്ട് ഇനിയും പുതിയ ആളുകളെയൊക്കെ വെച്ച് നടത്തിക്കഴിഞ്ഞാൽ കേന്ദ്രം കേരളത്തിന് കൊടുക്കാനുള്ള കുടിശ്ശികയുടെ നീണ്ട നിരയാണ്. ഈ കേരളത്തെ കടക്കണിയിലാക്കി ക്ഷാമകാലത്തേക്ക് തള്ളിവിട്ട സർക്കാരിന് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുമെന്നൊക്കെ പറയണമെങ്കിൽ അസാമാന്യമായുള്ള ആത്മധൈര്യം വേണം. പി ആർ ശിവശങ്കർ. അല്ല അരുൺ, അതിനൊരൊറ്റ കാര്യം ചെയ്താൽ മതി. ഇവിടെ BJP കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാന സർക്കാർ പ്രസിദ്ധനായ ഒരു മുൻ കോൺഗ്രസ് നേതാവിനെയും വെച്ചുകൊണ്ട് കോടതിയിൽ പോയി വലിയ രീതിയിൽ ആർഗ്യുമെൻറ്റ് നടത്തിയല്ലോ. 15 ലക്ഷം രൂപയ്ക്ക് ഒരു സിറ്റിങ്ങിന് കൊടുത്തുകൊണ്ട് എനിക്ക് 1 കോടിയൊക്കെ ചിലവാക്കി ശ്രീ കപിൽ സിബൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ആർഗ്യുമെൻറ്റ് നടത്തിയപ്പോൾ അന്ന് കേന്ദ്ര സർക്കാർ എന്തൊക്കെയാണ് കുടിശ്ശിക ഉണ്ടായിരുന്നതും എന്തൊക്കെയാണ് കൊടുത്തതെന്നും ഇനി എത്ര കൊടുക്കുകയെന്നും അപ്പോൾ പറഞ്ഞപ്പോൾ കടം മാത്രമേ ഇനിയുള്ളൂ, തരാനൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചോടിയ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ അഡ്വക്കേറ്റിനെയും കപിൽ സിബലിനെയും നമ്മൾ കണ്ടു. എന്നിട്ട് അടുത്ത വർഷത്തേക്കുള്ള കടബാധ്യതയായിട്ട് ഞങ്ങൾക്ക് കൂടുതലെന്നാണ് പറഞ്ഞത്. അതായത് കഴിഞ്ഞ വർഷത്തേക്ക് ഒന്നുമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം ചാനൽ ചർച്ചയിൽ പറയാം, അല്ലെങ്കിൽ ഒരു ഞങ്ങളുടെ MLA ഇല്ലാത്ത അസംബ്ലിയിലോ ഇത് പറഞ്ഞ് പാസ്സാക്കാം. പക്ഷേ കേന്ദ്ര സർക്കാരിനെതിരെ കോടതിയിൽ പോയപ്പോൾ എന്തുകൊണ്ടാണ് കോടതി പറഞ്ഞത്? ഇവിടുത്തെ സ്കൂളുകൾ നന്നായി പ്രവർത്തിക്കുന്നു, ചോരാത്ത സ്കൂളും പൊളിഞ്ഞു വീഴാത്ത പാലങ്ങളും കേരളത്തിൽ നിർമ്മിക്കുന്നു എന്ന് കണ്ട് കുശുമ്പ് കൊണ്ടല്ലേ നിങ്ങൾ കേരളത്തിലെ ഈ വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ വന്ന കിഫ്ബി ഫണ്ടിന്റെ കഴുത്തി പിടിച്ചത്?
എന്നിട്ട് കഴിഞ്ഞ വർഷങ്ങളിലെ 2016 മുതലുള്ള ഫണ്ടിന്റെ മുഴുവൻ കുടിശ്ശികയും ഈ സർക്കാരിന്റെ പെടലിക്കെടുത്ത് വെച്ച് കൊടുത്തത് ആ സർക്കാർ കിഫ്ബി ഫണ്ടും പെൻഷൻ ഫണ്ടിന്റെയും കുടിശ്ശിക നിങ്ങൾ മുൻകാല പ്രാബല്യത്തോടുകൂടി കേട്ടുകേൾവിയുണ്ടോ? ബോറോയിങ്ങിന്റെ ഒരു കാര്യം കുടിശ്ശികയായിട്ട് നിങ്ങൾ ഈ സംസ്ഥാന സർക്കാരിന്റെ പെടലിക്കെടുത്ത് വെച്ച് കൊടുത്തിട്ട് ന്യായം പറയുന്നു എന്ന് സാധാരണക്കാരൻ ചോദിക്കും സ്വാഭാവികമായും. PR ശിവശങ്കർ, അരുൺ, അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് ഇതിന്റെ ഈ കേസും കൊണ്ട് സുപ്രീം കോടതി പോയിരുന്നില്ലേ? അങ്ങാണ് ഇതിനേക്കാൾ നല്ലത് വാദിച്ചെങ്കിൽ, അല്ലെങ്കിൽ അങ്ങ് കപിൽ സിബലിനേക്കാൾ മിടുക്കനായ അഡ്വക്കേറ്റ് ആണെന്ന് അങ്ങ് സ്വയം തീരുമാനിക്കുന്നുണ്ടാവും. ഏതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയാണെങ്കിൽ കപിൽ സിബലിനെ മാറ്റിയിട്ട് നാളെ അരുൺകുമാർ പോവുക, അല്ലെങ്കിൽ ജ്യോതി. പക്ഷേ സുപ്രീം കോടതിയിൽ പറഞ്ഞൊരു കാര്യം കേന്ദ്രം തള്ളിയിട്ടില്ല. 13,000-ലധികം കോടി രൂപ, 13,000-ലധികം കോടി രൂപ അത് പഠിക്കാൻ വേണ്ടിയല്ലേ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ അന്തിമ തീർപ്പായിട്ടില്ലല്ലോ. 13,000 കോടി രൂപയുടെ കാര്യത്തിൽ കേരള സർക്കാരിന്റെ വായ്പാ പരിധി വെട്ടിക്കുറച്ചത് സുപ്രീം കോടതി എതിർത്തിട്ടില്ല, തള്ളിയിട്ടില്ല. അല്ല, സുപ്രീം കോടതി അതിന് പറഞ്ഞ ന്യായങ്ങൾ കേട്ടിരുന്നോ? താങ്കൾ വായിച്ചിരുന്നോ? ലൈവ് ടുഡേയിലൊക്കെ ലൈവായിട്ട് വന്നതാണ്. അപ്പോഴാണ് പറഞ്ഞത് ഈ കണക്കുകൾ ദയവായി പുറത്തു വിടരുതെന്ന് പറഞ്ഞുകൊണ്ട് കപിൽ സിബൽ പൊട്ടിക്കരഞ്ഞൊരു രീതികളുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടുത്തെ ജഡ്ജി പറയുകയും ചെയ്തു, ഇത് ഓൾറെഡി ഇറ്റ്സ് ഇൻ ദ സോഷ്യൽ മീഡിയ, ഓൾറെഡി ഇത് വായിച്ചു കഴിഞ്ഞു എന്ന്. അതെന്താ താങ്കൾ വായിക്കാൻ? ഇന്നത്തെ ദിവസം ധനവകുപ്പിൽ നിന്ന് ഞാനെടുത്ത കണക്കാണ്. ഹെൽത്ത് ഗ്രാൻഡ് ആയിട്ട് കൊടുക്കാനുള്ളത് എത്രയാണെന്നറിയാമോ? 725 കോടി. അർബൻ ലോക്കൽ ബോഡി ഗ്രാൻഡ് ആയിട്ട് കൊടുക്കാനുള്ളത് എത്രയാണെന്നറിയാമോ? 513 കോടി. മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ. സ്റ്റേറ്റ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ടിൽ 34 കോടി. വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് 1927 കോടി രൂപ. സമഗ്ര ശിക്ഷാ അഭിയാന് 188 കോടി. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയ്ക്ക് 164 കോടി. ഇതൊക്കെ കേരളത്തിൽ ഇപ്പോൾ ഈ ദിവസം ഈ നിമിഷം കൊടുക്കാനുള്ള കണക്കാണെന്നേ. അരുൺ, ഈ കണക്കുകളൊക്കെ കഴിഞ്ഞ 8-10 മാസമായിട്ട് നമ്മൾ ചർച്ച ചെയ്തിരുന്നതാണ്. ഇത് നെല്ലും പതിരും താങ്കൾ വിളിച്ചു പറഞ്ഞു. താങ്കൾ ഒരു നാളത്തെ ചർച്ചയ്ക്ക് വെക്കൂ. ഓരോ തവണയും സംസ്ഥാന സർക്കാരിൽ ഞാൻ ബന്ധപ്പെട്ട് ധനകാര്യ വകുപ്പിൽ നിന്ന് എടുത്തിരിക്കുന്ന ഏറ്റവും പുതിയ കണക്കാണ്. താങ്കൾക്ക് വേണമെങ്കിൽ ചലഞ്ച് ചെയ്യാം. തൊഴിലുറപ്പിൽ 220.49 കോടി, ദേശീയ പെൻഷൻ പദ്ധതിയിൽ 225 കോടി. ഞാൻ പറഞ്ഞത് മാത്രമല്ല, ധനമന്ത്രിയും പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. അല്ല, ഇത് നിങ്ങൾക്ക് ധനകാര്യ കമ്മീഷൻ, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ കിട്ടുന്ന കണക്കുകളാണ്. ഈ കണക്കുകളെ കുറിച്ച് കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ കേന്ദ്ര സാമ്പത്തിക ധനവകുപ്പിന് എന്താണ് പറയേണ്ടത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴല്ലേ നിങ്ങൾ പണമൊട്ട് കൊടുക്കുകയുമില്ല. പണമില്ലാത്ത കാലത്ത് ചിത്രയുടെ പാട്ട് കേൾക്കാന്ന് വെച്ചാൽ അത് അനുവദിക്കുകയുമില്ല. ഇത് എന്ത് ഏർപ്പാടാണ് PR ശിവശങ്കർ? എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ അന്ന് പറഞ്ഞില്ല? അപ്പൊ ഈ കഴിഞ്ഞ 6 മാസം ജനങ്ങളെ, അല്ല അരുൺ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ, താങ്കൾ പറഞ്ഞല്ലോ. അപ്പൊ ഈ കഴിഞ്ഞ 8 മാസങ്ങൾക്ക് മുമ്പ് നിരന്തരമായി പറഞ്ഞ നുണകൾ മുഴുവൻ സംസ്ഥാന സർക്കാർ കോടതിയിൽ പറഞ്ഞപ്പോഴാണല്ലോ ആ നുണകൾക്ക് മുഴുവൻ അറുതി ഉണ്ടായത്. കേന്ദ്ര സർക്കാർ പണം കൊടുത്തുവെന്നും കൃത്യമായി വായിച്ചപ്പോൾ ഇത് വായിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ അഡ്വക്കേറ്റായ കപിൽ സിബൽ നിർത്തണമെന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞത് നമ്മൾ കേട്ടല്ലോ. ഇതാണ് ബിജെപിയുടെ വാദം. അതായത് കേരളീയം 2-നെ ബിജെപിയും കോൺഗ്രസും എതിർക്കുന്നത് സാമ്പത്തിക ക്ഷാമത്തിന്റെ കാലത്ത് കേരളീയം പോലെ ഒരു പദ്ധതി നടപ്പിലാക്കരുത് എന്നുള്ളതാണ്. സ്പോൺസർഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിൽ കാര്യമായ കണക്ക് വിവരങ്ങൾ പുറത്തു വന്നിട്ടുമില്ല. ആകെ പുറത്തു വന്നത് 11 കോടി കിട്ടി. എത്ര ചെലവഴിച്ചു എന്നതിൽ പോലും കണക്കുകൾ വന്നിട്ടില്ല. ഇതുവരെയും സുതാര്യമല്ലാത്തൊരു ഏർപ്പാട് ഇനിയും ഈ പബ്ലിക് റിലേഷൻസിലെ ഉദ്യോഗസ്ഥരിലേക്ക് മാറ്റി അവരെ കൊണ്ട് പിരിക്കാൻ പോകുന്നത് ശരിയാണോ എന്ന ഒരു ചോദ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. പ്രേംകുമാർ, അല്ല, അതിൽ ഒന്ന് തുടക്കത്തില് ഞാൻ റീസണബിൾ ആയിട്ടും ലോജിക്കലായിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുള്ളതുകൊണ്ടാണ് അരുണിന്റെ ചർച്ചയ്ക്ക് ഞാൻ വരുന്നത്, മറ്റു പലരുടെ ചർച്ചയ്ക്ക് വരാതിരിക്കുന്നത്. അതല്ലാത്ത രീതിയിൽ വന്നപ്പം ആണ് എനിക്കും എന്താ പറയാ സാധാരണ സംസാരിക്കാത്ത രീതിയിൽ സംസാരിച്ചുള്ളത്. സോറി ഫോർ ദാറ്റ്. ഇതിന്റെ കാര്യങ്ങൾ താങ്കൾ എന്നെ പ്രകോപിപ്പിച്ച് ഞാൻ ഉപയോഗിച്ചതാണ്. അഡ്ഹോമിന ഫാലസി എൻ്റെ ഒരു ശൈലിയല്ല. അതെല്ലാ ചർച്ചയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും അറിയാം. അത് താങ്കൾ എന്നോട് പറഞ്ഞതുപോലെ ഞാൻ താങ്കളോടും ആ കാര്യത്തിൽ ക്ഷമാപണം നടത്തുന്നു. അത് താങ്കളുടെ സ്വകാര്യ വിഷയമാണ്, അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമേ അല്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ പിൻവാങ്ങിയത്. താങ്കൾക്ക് എൻ്റെ ചോദ്യത്തിലേക്ക് വരാം. യെസ്, അതായത് അക്കൗണ്ട്സ് കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യുക എന്നുള്ളതും ഓഡിറ്റ് ചെയ്ത അക്കൗണ്ട് ജനസമക്ഷം അവതരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് സർക്കാർ വിലാസത്തിൽ എന്ത് പരിപാടി നടത്തിയാലും നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യമാണ്. അതിൽ ഒന്നാം കേരളീയത്തിനെ സംബന്ധിച്ച് ഡിലേ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വളരെ സീരിയസ് ആയ വിഷയമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ സർക്കാർ പരിപാടികൾ ഒരു നവംബറിൽ നടക്കുന്ന പരിപാടി ഞാൻ വിചാരിക്കുന്നത് അടുത്ത മാർച്ചിലോ എങ്ങോട്ട് അതിന്റെ സമയം ഉണ്ടാവും എന്ന് തോന്നുന്നു. എനിക്ക് അതിനെപ്പറ്റി ഫൈനൽ വേർഡ് പറയാൻ ഞാൻ ആളില്ല. അക്കൗണ്ട്സിൽ ട്രാൻസ്പെറൻസി ഉണ്ടാവുക എന്നുള്ള നിർബന്ധമാണ്. ഇനി ഒന്നാം കേരളീയത്തിലെ അക്കൗണ്ടിങ്ങിൽ ട്രാൻസ്പെറൻസി ഇല്ലെങ്കിൽ
അതിന് ഉത്തരവാദികളായ ആളുകളെ കൊണ്ട് സമാധാനം പറയിപ്പിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അതുകൊണ്ട് ഇനി കേരളീയം നടത്തരുത് എന്ന് പറയാ എന്നുള്ളതല്ല. പിന്നെ അതായത് ഇത്തരം ഡിസ്കഷൻസിലൂടെ നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, കേരളം കടക്കണിയിലായിരിക്കുമ്പോൾ കേരളീയം പാടുണ്ടോ? അപ്പം അൾട്ടിമേറ്റ് തീരുമാനിക്കാൻ പറ്റുന്നത് കേരളീയം പാടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും ഈ ഫസ്റ്റ് പാർട്ട് അവിടെ നിൽക്കും, കേരളം കടക്കണിയിൽ, കേരളം ദുരിതത്തിൽ. അത് അത്ര യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള അത്ര റിയലിസ്റ്റിക് ആയ കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് ഓൾ ഇന്ത്യ ലെവലിൽ സംഘപരിവാരത്തിന്റെ അജണ്ടയാണ് എന്നുള്ളൊരു മെസ്സേജ് താങ്കൾ വിചാരിക്കുന്നില്ല എന്ന് പറഞ്ഞിടത്താണ് എന്റെ സംശയം. ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന 62 ലക്ഷത്തോളം പെൻഷൻകാർ 5 മാസത്തെ കുടിശ്ശിക അവരുടെ പെൻഷൻ ബാക്കി നിൽക്കുന്നുവെന്ന യാഥാർത്ഥ്യമുണ്ട്. കാരുണ്യയിൽ പണമില്ല എന്ന യാഥാർത്ഥ്യമുണ്ട്. ക്ഷാമമില്ലേ? അല്ല, അതാണ് പ്രശ്നം. അതായത് പെൻഷൻ കുടിശ്ശികയുണ്ടെങ്കിൽ പെൻഷൻ കുടിശ്ശിക കൊടുക്കാൻ വേണ്ടുന്ന ഫണ്ടിൽ നിന്നാണ് അത് കൊടുക്കേണ്ടത്. അതായത് ഏറ്റവും താഴേക്കിടയിലുള്ള അതിദരിദ്രരായിട്ടുള്ള ആളുകൾ ഇപ്പോഴും ഉള്ള സംസ്ഥാനമാണ് കേരളം. നമുക്കറിയാം അത് പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം 1500 കോടി രൂപയിൽ നമ്മൾ വിഴിഞ്ഞത്ത് പോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എത്ര KSRTC ബസ് സ്റ്റാൻഡുകളുടെ അവസ്ഥ എന്താണ് എന്ന് ചോദിക്കുന്നത് വികസന പ്രവർത്തനങ്ങളോടുള്ള വളരെ നെഗറ്റീവായ ആറ്റിറ്റ്യൂഡാണ്. അതായത് തമ്പാനൂരെ KSRTC ബസ് സ്റ്റാൻഡ് ചോരുകയല്ലേ, അപ്പൊ വിഴിഞ്ഞത്ത് 1500 കോടിക്ക് പോർട്ട് വേണമെന്ന് ചോദിച്ചാൽ ഒരു സ്റ്റേറ്റിന്റെ ഡെവലപ്മെന്റൽ പ്രോസസ് അങ്ങനെയേ നടക്കുള്ളൂ. കാരണം എല്ലാവരുടെ പ്രശ്നങ്ങളും പരിഹരിച്ച ശേഷം മറ്റെല്ലാം ചെയ്യുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. മാത്രമല്ല കേരളീയം മാത്രമല്ല, ഇതേപോലെയുള്ള കൾച്ചറൽ എക്സ്ട്രാവാഗൻസ കേരളത്തിൽ മുഴുവൻ എല്ലാ കാലവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അതിൻ്റെതായ നെറ്റ് റിസൾട്ട് ഉണ്ടാക്കുന്നുമുണ്ട്. പിന്നെ കേരളത്തിന്റെ കൾച്ചർ ആയിരുന്നാലും ഡെവലപ്മെന്റൽ സാധനങ്ങളായിരുന്നാലും ഒരു ഗ്ലോബൽ ഓഡിയൻസിന് മുന്നിൽ ഷോക്കേസ് ചെയ്യുന്ന കാര്യത്തിൽ കേരളം പിറകിലാണ്. അതിൽ ഇനിയും ശ്രമങ്ങൾ നടത്തണം എന്ന് പേഴ്സണലി വിശ്വസിക്കുന്ന ഒരാളാണ്. ലോകത്തിന്റെ മുഴുവൻ ഉള്ള ആളുകളെ കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടായിരുന്നു. ശരി, ഒന്ന് പറഞ്ഞാൽ അതായത് അടുക്കള പുകയാതിരിക്കുമ്പോൾ ഷോക്കേസിന് എന്ത് പ്രസക്തി പ്രേംകുമാർ? അല്ല, അത് ശരിയല്ല അരുൺ, നിങ്ങളുടെ ആ പെർസ്പെക്റ്റീവ് ശരിയല്ല. കാരണം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി തട്ടിച്ചു നോക്കിയാൽ ഇത്തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ ഏറ്റവും നന്നായി നടക്കുന്ന നാടാണ് കേരളം. പക്ഷേ അതിനകത്ത് കഴിഞ്ഞ 5-8 മാസം സമയത്ത് നമുക്കറിയാം, അരുൺ തന്നെയാണ് ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് ചർച്ചകളിൽ പറഞ്ഞിട്ടുള്ളത്, സെൻട്രൽ ഗവൺമെന്റിന് കിട്ടേണ്ടുന്ന ഫൈനാൻഷ്യൽ എയ്ഡിൽ വന്നിട്ടുള്ള ഡിലേയും അതേപോലെ സംസ്ഥാനത്തിനുണ്ടായിട്ടുള്ള സാമ്പത്തിക ഞെരുക്കങ്ങൾക്കിടയിൽ പെൻഷൻ കുടിശ്ശിക പോലുള്ള സംഭവങ്ങളും സപ്ലൈകോ സ്റ്റോറിലെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് പരിഹരിച്ചു കൊണ്ടിരിക്കുന്നു. അത് പരിഹരിക്കുക തന്നെ വേണ്ടതാണ്. പക്ഷെ അതുകൊണ്ട് ആ സമയമാണ് എന്നുള്ളത് കൊണ്ട്, അത്തരമൊരു യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത് കൊണ്ട്, കേരളത്തിൽ സ്വന്തമായി വീടില്ലാത്ത 1000-ഓ 2000-ഓ 5000-ഓ ആളുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് നിയമസഭയ്ക്ക് പുതിയ സെമിനാർ കോംപ്ലക്സ് ഉണ്ടാക്കേണ്ടതില്ല എന്ന കഴിഞ്ഞ തവണ പറഞ്ഞിരുന്ന പോലുള്ള ലോജിക്കിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് യോജിക്കാൻ പറ്റില്ല. ഇവിടെ പ്രേംകുമാർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ സാംസ്കാരികമായിട്ടുള്ള കൂട്ടായ്മകൾ ഒരു ഭാവി കേരളത്തിലേക്കുള്ള ഈടുവയ്പ്പാണ്. അത് 6 മാസം കഴിഞ്ഞോ 7 മാസം കഴിഞ്ഞോ 1 മാസം കൊണ്ട് നമുക്ക് തൊട്ടറിയാൻ കഴിയുന്നതല്ല. അങ്ങനെ ഈടുവയ്പ്പുള്ള സാംസ്കാരിക ദൃഢമായിട്ടിരിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് അത്. പെൻഷൻ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്പോൺസർഷിപ്പിലൂടെ നടത്തുന്ന ഒരു പരിപാടി നിങ്ങൾ അവഹേളിക്കാൻ ഇറങ്ങരുത്. അത് കേരളത്തെ ആഗോള സമൂഹത്തിന് മുന്നിൽ ഷോക്കേസ് ചെയ്യുന്ന ഒരു എഫേർട്ടാണ്, ഒരു പരിപാടിയാണ് എന്നാണ് പ്രേംകുമാറിന്റെ വാദം. അതുകൊണ്ട് എങ്ങനെയാണ് കേരളീയം 2-വിനെ എതിർക്കാൻ കഴിയുക? ജ്യോതി. നിങ്ങൾ തമ്മിൽ കോംപ്ലിമെന്റ്സ് ആയതുകൊണ്ട് ഞാൻ ആ വിവാദം മുമ്പ് തുടങ്ങി വെച്ച വിവാദത്തിലേക്ക് ഇനി തുടർന്ന് കടക്കുന്നില്ല. ഞാൻ വസ്തുതകളിലേക്ക് വരാം. ഇവിടെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഏത് കോണിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് നമുക്കറിയാം. ഈ കഴിഞ്ഞ മാർച്ച് 31-ന് ഫിനാൻഷ്യൽ ഇയറിൻ്റെ സമയത്ത് ഈ സംസ്ഥാനം എന്തുമാത്രം പ്രയാസപ്പെട്ടിരുന്നു എന്ന് നമുക്കറിയാം. സ്വല്പം ഒന്ന് റിലീസായത് പുതിയ സാമ്പത്തിക വർഷം വന്നതുകൊണ്ടും കടമെടുക്കാൻ പുതിയ സാമ്പത്തിക വർഷത്തിൽ നമുക്ക് തുടക്കത്തിലെങ്കിലും അതിനുള്ള പരിധികൾ ഉള്ളതുകൊണ്ടും ഒക്കെയാണ് നമ്മളതിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇപ്പോൾ നോക്കൂ, ഇവിടെ ഈ പ്രോജക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നടത്തിയത് നവംബറിലാണ്. മൊത്തം മഴ കൊണ്ടുപോയി എന്നുള്ള കാര്യം നമുക്കറിയാം. ഇവിടെ ഇപ്രാവശ്യം ഓണം നടക്കുന്നത്, ഞാൻ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ അരുൺകുമാറിനെ ചോദിക്കട്ടെ. ഇപ്രാവശ്യത്തെ ഓണം വരുന്നത് സെപ്റ്റംബർ മാസത്തിലാണ്. സെപ്റ്റംബർ മാസത്തിൽ ഓണത്തോടനുബന്ധിച്ച് ഓണം വാരാഘോഷം ഈ സംസ്ഥാനത്ത് നടത്തുന്നുണ്ട്. ഈ ഓണം വാരാഘോഷത്തിൽ നിന്ന് വ്യത്യസ്തമായി 1-2 സെമിനാറുകൾ നടത്തുന്നു എന്നതിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ഫ്ലവർ ഷോ നടത്തുന്നുണ്ട്, ഫുഡ് ഫെസ്റ്റിവൽ നടത്തുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക്, സിനിമാ പ്രദർശനം നടത്തുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഇതെന്താണ് നിങ്ങൾ ഷോക്കേസ് ചെയ്യുന്നത്? ഇതിലൂടെ നിങ്ങൾ എന്താണ് ഷോക്കേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇത് ഏതൊക്കെ തലത്തിലുള്ളവരെ സ്പർശിച്ചിട്ടുണ്ട്?
അതിനെന്താണ് സംവിധാനം ഉണ്ടാക്കുന്നത്? നിങ്ങൾ നോക്കൂ, നിങ്ങൾ ചിലവഴിച്ച തുകയെ സംബന്ധിച്ച് പറയുന്നു. ചിലവഴിച്ച തുകയെ സംബന്ധിച്ച് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതിനെ സംബന്ധിച്ച് ഇപ്പോഴും നിയമസഭയിൽ നമുക്ക് കൃത്യമായ കണക്കുകൾ കിട്ടുന്നില്ല. വിവിധ കമ്മിറ്റികൾക്ക് വേണ്ടി 27,12,4,575 രൂപ ബഡ്ജറ്റ് അനുവദിച്ചിരുന്നു എന്നാണ് ടൂറിസം മന്ത്രി പറയുന്നത്. PRD വഴി 4,08,00,000 രൂപ നൽകിയിട്ടുണ്ടെന്നും ധനവകുപ്പ് മന്ത്രി പറയുന്നു. എക്സിബിഷന് 93 ലക്ഷത്തി ചിലവാൻ രൂപ ചെലവായിട്ടുണ്ട്. മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടി 3,98,00,000 രൂപ ചെലവായിട്ടുണ്ട്. PRDക്ക് മാത്രം അനുവദിച്ചതിൽ കൂടുതൽ ഏകദേശം 80 ലക്ഷം രൂപ ചിലവായി എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴും നിയമസഭയിൽ ഉൾപ്പെടെ കൃത്യമായി ചോദിച്ചിട്ടും കൃത്യമായ മറുപടി ഉണ്ടോ? ഈ പരിപാടി നടത്തിയിട്ട് 9 മാസം കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ 9 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കൃത്യമായ വരവ് ചിലവ് കണക്കുകൾ പൊതുസമൂഹത്തിലേക്ക് നിങ്ങൾക്ക് വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആരുടെ പാളിച്ചയാണ് പ്രേംകുമാറെ? ഞാൻ അരുൺകുമാറിനോട് ചോദിക്കട്ടെ, നമ്മുടെയൊക്കെ നാട്ടിൻപുറത്ത് ഓണാഘോഷം നടത്താറുണ്ട് ഏതെങ്കിലും ക്ലബിൻ്റെ പേരിൽ. ആ ക്ലബിൻ്റെ പേരിൽ നടത്തിയ ഓണാഘോഷത്തിനെ സംബന്ധിച്ച് പോലും വരവും ചെലവും കൃത്യമായി അച്ചടിച്ച് വിതരണം ചെയ്യും. ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം അവനൊക്കെ പിരിവിന് വരുമ്പോൾ നമ്മൾ ചോദിക്കും, നീ കഴിഞ്ഞ പ്രാവശ്യം പുട്ടടിച്ചല്ലോ, അതിൻ്റെ വരവും ചെലവും കണ്ടില്ലോ എന്ന്. സംസ്ഥാന സർക്കാർ നേരിട്ട് നടത്തിയ ഒരു പദ്ധതിയെ സംബന്ധിച്ച് ആ പദ്ധതിയുടെ വരവെത്ര, അത് എവിടെ നിന്നൊക്കെ വന്നു, ആരൊക്കെ തന്നു, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു, അവർ എത്ര ലക്ഷം രൂപയും തന്നിട്ടുണ്ട്, ഇല്ലേ എത്രായിരം രൂപയും തന്നിട്ടുണ്ട്, അതിൽ മൊത്തത്തിൽ എത്ര കിട്ടി, എത്ര ചിലവായി? 9 മാസം കഴിഞ്ഞിട്ട് നിയമസഭയിൽ ചോദിച്ചപ്പോഴും പറയുന്നത് ക്രോഡീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഇത് വല്ലാത്ത ക്രോഡീകരണമാണ്. ഒരു പുതിയ വാക്ക് കണ്ടെത്തിയിട്ടുണ്ട്. RTI ചോദിച്ചാൽ ക്രോഡീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശോഭന പോയി എന്ന് മാത്രമല്ല, ശോഭന പോയി BJP ചേർന്ന് BJPക്ക് വേണ്ടി ക്യാമ്പയിനും നടത്തി. ആ തെരഞ്ഞെടുപ്പിൽ ശോഭനയുടെ പ്രസൻസിലൂടെ കുറച്ച് വോട്ടും BJPക്ക് കിട്ടുകയും ചെയ്തു. എന്നിട്ട് ക്രോഡീകരിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ശോഭനയ്ക്ക് കൊടുത്ത കണക്ക്. അതെ 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 ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിൽ വരവ് ചെലവ് കണക്ക് സർക്കാരിന് പോലും ഇപ്പോഴും അംഗീകരിക്കാൻ കഴിയാത്ത കേരളീയ നവകേരള സദസ്സിനെ സംബന്ധിച്ച് ചോദിക്കാനേ പാടില്ല. കാരണം നാട്ടിലൊക്കെ ഇറങ്ങി ഗുണ്ടാപിരിവായിരുന്നു, ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള ഗുണ്ടാപിരിവ്. ഇവിടെയും നിങ്ങൾ എങ്ങനെയാണ് സ്പോൺസേഴ്സിനെ കടന്നത്? നിങ്ങളല്ലേ നവകേരള സദസ്സും കേരളീയമൊക്കെ നടത്തിയപ്പോൾ ഇവിടെ GSTയുടെ ഇന്റലിജൻസ് വിഭാഗം മേധാവി ഏറ്റവും കൂടുതൽ ഫണ്ട് കളക്ട് ചെയ്തതിന്, ഏറ്റവും കൂടുതൽ പിരിവ് വാങ്ങി തന്നതിന് നിങ്ങൾ അദ്ദേഹത്തിന് അവാർഡ് കൊടുത്തത്? ആരൊക്കെയാണ് തന്നതെന്ന് നിങ്ങളൊന്ന് പറയുക. ഏറ്റവും കൂടുതൽ അദ്ദേഹം കളക്ട് ചെയ്തതെന്ന് പറയുന്നു. ആരിൽ നിന്നൊക്കെയാണ് മേടിച്ചിട്ടുള്ളത്? എത്ര രൂപയാണ് അദ്ദേഹം കളക്ട് ചെയ്തത്? നിങ്ങളൊന്ന് പ്രസിദ്ധീകരിക്കുന്നേ. അദ്ദേഹത്തിന് അവാർഡ് കൊടുത്തെങ്കിൽ ശരിയാണെന്ന് നിങ്ങൾ അറിയട്ടെ. ആരൊക്കെ തന്നു? മാത്രമല്ല പാർട്ടി തന്നെ ഒറ്റ മിനിറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞത് അത് മാത്രമല്ല, സർക്കാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പഴയ മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദന്റെ ഭാഷയിൽ പറഞ്ഞാൽ വെറുക്കപ്പെട്ടവർ, സർക്കാരിനെ പറ്റിച്ചു നടക്കുന്നവർ, സർക്കാരിൽ കുടിശ്ശികയുള്ളവർ എന്നിവരിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ ഫണ്ട് വാങ്ങി ഒരുത്തന്നെ ഏതെങ്കിലും ഒരു വ്യവസായി, അല്ലെങ്കിൽ ഞാൻ എല്ലാവരും അടച്ചേഷിപ്പിക്കുകയല്ല, ഈ സർക്കാരിനോട് അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് സഹായം ആവശ്യമുള്ള വ്യവസായികൾ, അവർക്ക് കിട്ടാനുള്ള അല്ലെങ്കിൽ അവർക്ക് സർക്കാരിലേക്ക് അടയ്ക്കാനുള്ള കുടിശ്ശികളെ സംബന്ധിച്ച് ബാധ്യതയുള്ളവർ, അവരോടൊക്കെ ഈ ബാധ്യത പിരിക്കുന്നതിന് പകരം നിങ്ങൾ കേരളീയത്തിലേക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞാൽ അവനൊരു തുക കൊടുക്കും. അവിടെ മുതൽ അവനോട് ബാധ്യതപ്പെടുകയാണ് സർക്കാർ അല്ലെങ്കിൽ സർക്കാർ സംവിധാനം. ഞങ്ങൾ അവിടെയാണ് പറയുന്നത്, ഇതിന് ട്രാൻസ്പെറൻസി കൊണ്ടുവരൂ. നിങ്ങൾ ആരിൽ നിന്നൊക്കെയാണ് പൈസ വാങ്ങിയിട്ടുള്ളത്? എവിടെയാണ് വാങ്ങി? എത്ര വാങ്ങി? ഇതുവരെ നിങ്ങൾ കൃത്യമായ തുക പറയാൻ നിങ്ങൾ തയ്യാറുണ്ടോ? 9 മാസം കഴിഞ്ഞ് വീണ്ടും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിൽ ഞാൻ ആവർത്തിക്കുന്നു, സെപ്റ്റംബർ മാസത്തിൽ ഓണം വാരാഘോഷം വരികയാണ്. തൊട്ടുപിറകിൽ ഒക്ടോബറും കഴിഞ്ഞ് നവംബറും കഴിഞ്ഞ് ഡിസംബറിൽ നടത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? നിങ്ങൾക്ക് ഇത്തരത്തിൽ പാർട്ടിക്കാർക്കും സർക്കാർ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ട് പാർട്ടിക്കാർക്കും സർക്കാരിന്റെ സംവിധാനമായി നിൽക്കുന്നവർക്കും ചമ്മാളിക്കാൻ വേണ്ടി നിങ്ങൾ കോടികൾ പിരിക്കാൻ വേണ്ടിയുള്ള സംവിധാനം, ഇത് സർക്കാർ സ്പോൺസേഡ് ഗുണ്ടാപിരിവാണിത്. സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഗുണ്ടാപിരിവ് വലിയ വിമർശനമാണ് ഇതിലൂടെ നടക്കുന്നത്. പ്രതീക്ഷിക്കുന്നു. വെൽക്കം ബാക്ക്. കേരളീയം 2 കീശ കാലിയാകുന്ന ഘട്ടത്തിലാണോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്കൊപ്പം അതിഥികൾ ചേരുന്നു. PR ശിവശങ്കർ, കേരളത്തിൻ്റെ നേട്ടങ്ങൾ ലോകത്തിന് മുന്നിൽ കാഴ്ചവെക്കുക എന്നതാണ് കേരളീയം 1 ഉദ്ദേശമായി പറഞ്ഞത്. ആ കേരളീയം 1 അവസാനിക്കുമ്പോൾ നവംബർ 8 മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഗംഭീര വിജയമാണ് കേരളീയം 1 എന്നാണ്, അതിൻ്റെ തുടർച്ചയുണ്ടാവുമെന്നാണ്. ആ തുടർച്ചയാണ് ഇനി ഡിസംബറിൽ നടക്കാൻ പോകുന്നത്. ആദ്യഘട്ടത്തിലെ വിമർശനത്തിന്റെ ഭാഗമായി സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് 1 രൂപ നികുതി പണം പോലും കേരളീയം 2 ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആരുടെയും വിയർപ്പുള്ള പണം അതിലില്ല. പകരം സ്പോൺസർഷിപ്പ് കണ്ടെത്തിയായിരിക്കും അത് നടത്തുക. കേരളത്തെക്കുറിച്ച് അറിയാനും കേരളത്തിൻ്റെ തനത് വിഭവങ്ങളെക്കുറിച്ച് പഠിക്കാനും ഒക്കെയുള്ള ഒരു വൈജ്ഞാനികവും സാംസ്കാരികവുമായിട്ടുള്ളൊരു വിനിമയ പദ്ധതിയാണ് ഈ കേരളീയം.
അത് നടക്കട്ടെന്നേ, അത് നടക്കുന്നതിന് എന്തിനാണ് നമ്മൾ എതിർക്കുന്നത് എന്നതാണ് പ്രേംകുമാറിൻ്റെ ചോദ്യം. അരുൺ, ഇത് രണ്ട് ഭാഗമായിട്ട് തിരിക്കാം. ഞാൻ ഈ ചർച്ച എൻ്റെ അഭിപ്രായത്തെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ഒന്ന്, പ്രേംകുമാർ സാധാരണഗതിയിൽ ഒരു ഇടതുപക്ഷ നിരീക്ഷകന് വിപരീതമായി കാര്യങ്ങൾ പഠിക്കുകയും സത്യസന്ധമായി ഇടതുപക്ഷത്തിന് പൂർണ്ണമായിട്ട് അനുകൂലമല്ലായിട്ട് പറയുന്നതാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹത്തിന് ഈ ഗവൺമെൻറ്റിൽ നിന്ന് ഒന്നും കിട്ടിയിട്ടില്ല, ഒരു സംശയമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അറിയാതെ ആയിരിക്കില്ല, അദ്ദേഹം വളരെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇടതുപക്ഷ വിരുദ്ധനായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ മിനിമം ഈ സർക്കാരിനെങ്കിലും എതിരായി. അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ കാര്യം നോക്കൂ, ഇവിടെ അതിദാരിദ്ര്യമുണ്ട് എന്ന് അദ്ദേഹം സമ്മതിച്ചു. ഈ ചർച്ചയിൽ ആദ്യമായിട്ട് അദ്ദേഹം പറഞ്ഞാണ് അതിദാരിദ്ര്യം 2011-12 7.1%. അതുകൊണ്ട് ഈ സർക്കാർ ഇത്ര നാളും ഭരിച്ചിട്ട് അതിദാരിദ്ര്യം ഒട്ടും കുറഞ്ഞിട്ടില്ല, കൂടി എന്ന് അദ്ദേഹം പറയുമ്പോൾ ഈ സർക്കാരിനെതിരാണ് അദ്ദേഹത്തിന്റെ സർക്കാരിന്റെ കണ്ടുപിടുത്തമാണ്. അതൊക്കെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കുറവുമാണ് കേട്ടോ പി ആർ ശിവശങ്കർ. അത് 7% കൂടുതലാണ് സർ. 2011-12 7% ഇവർ ഭരിച്ചപ്പോൾ അത് കുറയണമല്ലോ. വർഷം ഇപ്പോൾ അതിനു മുമ്പ് ടെൻഡൂർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം താങ്കൾക്കറിയാം 2004-05 19% അത് 10 വർഷം കൊണ്ട് 7%. അപ്പോൾ ഓരോ വർഷവും 1% കുറയുന്നുണ്ട്. അങ്ങനെയാണ് 2011-2014 വരെ ഓരോ ശതമാനം കുറഞ്ഞാൽ 0 താഴെയെങ്കിലും ആവേണ്ടതായിരുന്നു. അതാണ് ഞാൻ കണക്ക് പറഞ്ഞത്. നമുക്ക് വേണേൽ തർക്കിക്കാം, അതങ്ങനെ ഇരിക്കട്ടെ. പിന്നെ വികസനത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞപ്പോൾ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞത് അത് ഒരു മുതലാളിത്ത വികസനമായിട്ട് നമ്മൾക്ക് ഇപ്പോൾ ഈ വികസനത്തെ അല്ലെങ്കിൽ തുറമുഖത്തിന് അല്ലെങ്കിൽ വിഴിഞ്ഞത്തിന് വേണ്ടി ചെലവാക്കുന്നതിനെ കാണാൻ പാടില്ല. KSRTC ചോർന്നൊലിഞ്ഞാലും നമ്മൾ വികസനത്തിന് വിഴിഞ്ഞത്തിന് കൊടുക്കണം എന്നുള്ള ആർഗ്യുമെന്റ് ഇത് അദ്ദേഹം നിരന്തരമായി CPM മുന്നോട്ട് വെച്ച ഇടതുപക്ഷം മുന്നോട്ട് വെച്ച ആർഗ്യുമെന്റിന് പൂർണ്ണമായിട്ട് എതിരാണ്. നമുക്കറിയാം ബഹിരാകാശ വിക്ഷേപം, റോക്കറ്റ് വിക്ഷേപിച്ചപ്പോൾ റോക്കറ്റ് വിക്ഷേപിച്ചാൽ പട്ടിണി മാറുമോ എന്ന് പറഞ്ഞ് നടത്ത സമരങ്ങളിലൊക്കെ അദ്ദേഹം മനസ്സുകൊണ്ട് മാപ്പ് പറയുമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനത്തെ ധാരാളം കാര്യങ്ങളുണ്ട്. പിന്നെ താങ്കൾ പറഞ്ഞ രണ്ടാമത്തെ കാര്യം, ഈ കേരളീയം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന കാരണം എന്താ? കേരളത്തിൻ്റെ തനവ് വിഭാഗത്തിൻ്റെ ഈ ലോകത്തിനോടുള്ള വിളിച്ചു പറയൽ, ലോകത്തിൻ്റെ മുൻപിൽ കേരളത്തിൻ്റെ ആശയ ദൃഢതയും സാംസ്കാരിക തനിമയും ഉയർത്തിക്കാണിക്കുക എന്നാണല്ലോ ഇപ്പോൾ ശ്രീ ഡോക്ടർ അരുൺകുമാറും പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ വർഷം നടത്തിയ ഒരു പരിപാടികളിൽ കേരളത്തിൻ്റെ സാംസ്കാരിക തനിമ ഉയർത്തിക്കാണിച്ച എന്ത് പരിപാടിയുള്ളത്? 2 പരിപാടികൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഇപ്പോൾ മൂകേഷും പ്രദീപും കൂടി നടത്തിയ ഷോ, അതിലെന്ത് സാംസ്കാരിക തനിമയായിരുന്നു. പിന്നെ ദേവസിയും മട്ടന്നൂരും കൂടെ നടത്തിയ ഫ്യൂഷൻ, അങ്ങനത്തെയൊക്കെ ഷോ നടത്തുമ്പോഴത്തേക്കും പിന്നെ കഥകളിയിലും ഫ്യൂഷനായിരുന്നു. അപ്പോൾ കേരളീയ തനിമ ഉയർത്തിക്കാട്ടുവാനുള്ള പരിപാടി എന്ന് പറഞ്ഞ് നടത്തുന്നതിൽ പോലും ഇവർക്ക് വിജയിക്കുവാനോ ആശയപരമായ ഒരു ദൃഢതയോ ഇല്ല. ഇവർ എന്തെങ്കിലും പരിപാടി നടത്തി ഏതെങ്കിലും കാര്യം കഴിഞ്ഞ് കുറച്ച് പൈസ അവിടുത്തെ സംസ്ഥാനത്തെ കുറച്ച് അധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും മന്ത്രിമാർക്കും അടിച്ചു മാറ്റുവാനോ അല്ലെങ്കിൽ ഇവരുടെ കലാകാരന്മാർക്കോ ഇവർക്ക് ഇഷ്ടമുള്ളവർക്കോ എന്തെങ്കിലും പകുത്തു നൽകുവാനുള്ള പരിപാടിയായിട്ടാണ് ജനങ്ങൾ കാണുന്നത്. അല്ലാണ്ട് ഇതിനകത്തൊരു കേരളീയ തനിമയുടെ ദൃഢതയോ ലോകത്തിൻ്റെ മുൻപിൽ കേരളത്തിൻ്റെ തനിമ ഉയർത്തിക്കാട്ടിക്കുവാനുള്ള മഹത്തായ കേരള സർക്കാരിൻ്റെ ഏറ്റവും പരിപാടി എന്നൊക്കെ പറഞ്ഞത് വെറും തട്ടിപ്പാണ്. ഇവർക്ക് ഇത് ആർക്കെങ്കിലും പൈസ കൊടുക്കുവാനോ 20-ലധികം വേദികളിൽ കേരളത്തെ പല തരത്തിൽ ഷോക്കേസ് ചെയ്തിരുന്നു. പല കാഴ്ചകളുമുണ്ട്. നമ്മൾ ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന കലാപരിപാടി അതിലൊന്നാണല്ലോ ഫ്യൂഷൻ. മട്ടന്നൂർ അല്ല ഞാൻ കുറച്ച് കാണുന്നില്ല. മട്ടന്നൂർ ശങ്കരൻകുട്ടിയും സ്റ്റീഫൻ ദേവസ്വയും കൂടി ഒരു പരിപാടി എടുത്തിക്കാൻ എനിക്ക് ആസ്വദിക്കാം, ഞാൻ സന്തോഷമുള്ളൂ എനിക്ക് കാണാൻ. പക്ഷേ അത് കേരളത്തിൻ്റെ തനിമയായി ലോകത്തിൻ്റെ പരിപാടിയാണോ? കഥകളി അതിന്റെ നാച്ചുറൽ വാദിട്ടല്ലേ ജനങ്ങളെ കാണിക്കേണ്ടത്. അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭക്ഷ്യവിഭവങ്ങൾ കേരളത്തിന്റെ ഭക്ഷ്യവിഭവങ്ങൾ ഒരു ഫ്യൂഷനാണോ കേരളത്തിന്റെ തനിമ? എന്ത് ചർച്ച? അതിൻ്റെ ലോകത്തിൻ്റെ മുൻപിൽ എന്നാൽ ഇതിനേക്കാൾ അസല് ഫ്യൂഷൻ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ TV-ലും ഇതിനകത്ത് നെറ്റ്ഫ്ലിക്സിലും പോയി നോക്കൂ, ധാരാളം ഫ്യൂഷൻ പരിപാടികളും വലിയ സംഗീത സഭകളും കാണാം. ഇതൊന്നും ലോകത്തിൻ്റെ മുൻപിൽ നമുക്ക് കാണിക്കാൻ പറ്റില്ല. നമുക്ക് സന്തോഷിക്കാം, ഒരു സംശയവുമില്ല. നമ്മുടെ നിലവാരത്തിനനുസരിച്ച് നമുക്ക് സന്തോഷിക്കാവുന്ന ഏറ്റവും നല്ല പരിപാടികളായിരുന്നു. പക്ഷേ അതുകൊണ്ട് ലോകത്തിൻ്റെ മുൻപിൽ കേരളത്തിൻ്റെ തനിമ ഉയർത്തിക്കാട്ടി കേരളത്തിൻ്റെ ഒരു വലിയ കേരള തനിമയ്ക്ക് ലോകത്ത് വലിയ അംഗീകാരം കിട്ടുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യാന്നല്ലാണ്ട് പ്രത്യേകിച്ചൊരു കാര്യവുമില്ല. കേരളത്തിൻ്റെ
ഒരു 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 തനിമ ജനങ്ങൾക്ക് മുന്നിൽ കാണിക്കണമെങ്കിൽ അത് മറ്റുമല്ല, അത് വളരെ ആയുർവേദത്തിലൂടെയോ അല്ലെങ്കിൽ കഥകളിലൂടെയോ അല്ലെങ്കിൽ മറ്റുള്ള ഡാൻസോ ആ പ്രോഗ്രാമിലൂടെയോ അല്ലെങ്കിൽ മറ്റുള്ള ഒപ്പന പോലുള്ള പരിപാടി വേണമെങ്കിലും വെച്ചോളൂ, ഇതുണ്ടായിരുന്നു എന്നുള്ള പരിപാടി വെക്കാം. പക്ഷേ അതിന് ഫ്യൂഷൻ വെക്കുമ്പോൾ അതിന് വലിയ ഒരു സ്വാധീനം കിട്ടുന്നു എന്നൊക്കെ വിശ്വസിക്കുവാൻ ഒരു അപാരമായ തൊലിക്കറ്റിയോ ചങ്കൂറ്റോ വേണം, അല്ലെങ്കിൽ സാംസ്കാരിക അടിമത്വം വേണം. ഈ വിമർശനത്തിൽ ഒരു കാമ്പുണ്ട്. കാരണം നോക്കൂ പ്രേംകുമാർ, ഒടുവിൽ കേരളീയം വന്ന് സ്റ്റീഫൻ ദേവസിയും ഈ ശോഭനയുടെ ഡാൻസും ചിത്രയുടെ പാട്ടുമായി ചുരുങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി എന്ന് പറഞ്ഞാൽ PR ശിവശങ്കർ മാത്രമല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും ഈ കേരളീയം എന്ന് പറയുന്നത് ബാക്കി വയ്ക്കുന്നത് യഥാർത്ഥത്തിൽ വിവാദമായിരിക്കുന്ന ആദിവാസി കുടില്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ, അതിനുശേഷം വന്ന നവകേരള സദസ്സിലെ രക്ഷാപ്രവർത്തനം, ഇതൊക്കെയാണ് കേരളത്തിൻ്റെ മനസ്സിൽ നിൽക്കുന്നത്. താങ്കളുടെ മനസ്സിൽ ശരിക്കും ആത്മാർത്ഥമായിട്ട് ചങ്കിൽ തൊട്ട് പറയാമോ പ്രേംകുമാർ, കേരളീയം തന്ന ഒരു അനുഭവം, കേരളീയത്തിൻ്റെ ഒരു ഓർമ്മ പ്രേംകുമാറിൻ്റെ മനസ്സിലുണ്ടോ? ശരിക്കും അത് കേരളത്തിൻ്റെ മനസ്സിലുണ്ടാകണം നിർബന്ധമില്ല. പ്രേംകുമാറിനെ പോലെ ബൗദ്ധികമായ മേഖലകളിലൊക്കെ താല്പര്യമുള്ള ഒരാളിനെ സംബന്ധിച്ചുള്ള എൻ്റെ ഒരു ചോദ്യമാണ്, സ്ട്രെയിറ്റ് ഫ്രം മൈ ഹാർട്ട്, ഉണ്ടെങ്കിൽ താങ്കൾക്ക് പറയാൻ കേട്ടോ. അല്ല ബൗദ്ധികമൊക്കെ പോട്ടെ, ഞാൻ 3-4 ദിവസം തിരുവനന്തപുരത്ത് അവിടെ ഉണ്ടായിരുന്നതാണ്. കുറേ ചർച്ചകളും ഡിസ്കഷൻസും ഞാൻ കണ്ടിട്ടുണ്ട്. അട്ടപ്പാടിയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ചിക്കൻ്റെ ഫുഡാണ് എൻ്റെ ഓർമ്മയിൽ ഏറ്റവും കൂടുതൽ. ഈ പറഞ്ഞ ഭയങ്കര തിരക്കുള്ള പരിപാടികൾ നടക്കുന്ന സ്ഥലത്തേക്ക് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഭയങ്കര ജനത്തിരക്കായിരുന്നു അവിടെ. അതായത് തുടക്കത്തിൽ നിങ്ങൾ ചെലവ് കൂടുതലാണ്, കേരളം കടത്തിലാണെന്ന് പറഞ്ഞു തുടങ്ങി. ഇതിപ്പോൾ അവസാനം PR ശിവശങ്കറൊക്കെ ഇതിനെപ്പറ്റി വളരെ വളരെ എസ്തെറ്റിക് ആയ ഡിസ്കഷൻസിലാണ്. അതായത് ഫ്യൂഷൻ സ്റ്റേജിലാണോ നടക്കേണ്ടത്, ടെലിവിഷനിലാണോ, കൃത്യമായിട്ടും ചർച്ച ചെയ്യേണ്ട കാര്യമാണ്, വളരെ കൃത്യമായി ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ എനിക്ക് ഓർമ്മ വരുന്നത് പഴയ പൊന്മുട്ടയിടുന്ന താറാവ് എന്ന് പറഞ്ഞ സിനിമയിലുണ്ട്. മഴവില്ല് കാണണം എന്ന് പറയുമ്പോൾ മഴവില്ല് കാണാൻ പുറത്തൊന്നും പോകണ്ടെന്ന് പറഞ്ഞ് വായിലിങ്ങനെ വെള്ളമാക്കി തുപ്പിക്കൊടുത്തിട്ട് മഴവില്ല് കണ്ടോളൂ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ഓർമ്മിക്കുന്നുണ്ട് PR ശിവശങ്കർ. എന്തായാലും PR ഇരിക്കുന്നത് കൊച്ചിയിലാണ്, നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത് വിമാനത്താവളത്തിലൊന്നും അല്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് സമാധാനമുണ്ട്. അപകടമൊന്നും പറ്റാതിരിക്കട്ടെ. പിന്നെ കേരളം ഭയങ്കര ദരിദ്രം എന്നുള്ള ഒരു ഇമേജ് പറയുന്നത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഇവിടുത്തെ പെർ ക്യാപിറ്റ ഇൻകം എന്നുള്ളത് 3,52,000 അതായത് USA പെർ ക്യാപിറ്റ ഇൻകം ഉള്ള നാടാണ് നമ്മളുള്ളത്. ഡിസംബർ എന്നുള്ളത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന സമയമാണ്. കഴിഞ്ഞ തവണ നവംബറിലായിരുന്നു. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള ടൂറിസ്റ്റുകൾ വരുന്ന സമയമാണ് ഡിസംബർ. ആ ഡിസംബറിൽ കഴിഞ്ഞതിനേക്കാൾ വിപുലമായി കേരളീയം എന്നുള്ള പ്രോസസ്സ് നടത്തിയാൽ അത് ടോട്ടൽ ഇക്കണോമിക് ആക്ടിവിറ്റീസിനെയും ബൂസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ്. പക്ഷേ ശോഭന ഡാൻസ് കളിച്ചില്ലേ, ശോഭന അതിനുശേഷം BJP പോയില്ലേ എന്ന് പറയുന്നത് ഇതേ സാധനം നിങ്ങൾ തിരിച്ചും പറയും. അതായത് അവിടെ ഡാൻസ് കളിച്ച ഒരാള് CPM-ന്റെ കാൻഡിഡേറ്റ് ആയിരുന്നുവെങ്കിൽ നിങ്ങൾ എന്താ പറയാ, CPM-ന്റെ കാൻഡിഡേറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു മിനിറ്റിൽ ജ്യോതി മറുപടി പറഞ്ഞിട്ട് പോകും. ജ്യോതി, അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ സുതാര്യത എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ നിങ്ങൾക്കുള്ളൂ, ഈ പിരിവിന്റെ കാര്യങ്ങൾക്കൊന്നും പറയാനില്ലേ? സ്പോൺസർഷിപ്പിലൂടെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ആക്ഷേപം എന്നാണ്? ഒറ്റ മിനിറ്റിൽ ജ്യോതി. ഞാൻ അതുകൊണ്ടാണ് വളരെ കൃത്യമായി ചോദിച്ചത്. ഈ സ്പോൺസർഷിപ്പ് കിട്ടിയിട്ടുള്ളവരുടെ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു പരിപാടി നടത്തിയിട്ട് ഞാൻ വീണ്ടും വളരെ സ്പെസിഫിക്കായ എൻ്റെ ചോദ്യമാണ്, ഒരു പരിപാടി നടത്തി സർക്കാർ ഇനിഷ്യേറ്റീവ് ഒരു പരിപാടി നടത്തി, സർക്കാരിൻ്റെ നമ്മളെപ്പോഴും പഠിക്കുന്നതാണ്, സർക്കാരിൻ്റെ സാമ്പത്തികം അല്ലെങ്കിൽ സർക്കാരിൻ്റെ പൈസ കൈകാര്യം ചെയ്യുന്നത് വളരെ സുതാര്യമായിരിക്കണം, അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, നിയമാനുസൃതമായിരിക്കണം. ആ സർക്കാർ തന്നെ ഒരു പരിപാടി നടത്തിയിട്ട് ആ സർക്കാർ സ്പോൺസർഷിപ്പിലൂടെയാണ് നടത്തിയതെന്ന് പറയുന്നത് ശരി, അംഗീകരിക്കുന്നു. നിങ്ങൾക്ക് ആരൊക്കെയാണ് സ്പോൺസർ ചെയ്തത്? ഓരോരുത്തരും ജ്യോതിക്ക് മറ്റൊരു ചർച്ചയിൽ പോകാനുള്ള പ്രേംകുമാർ ജ്യോതി ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി അത് വളരെ പ്രധാനപ്പെട്ട. താങ്കൾ തന്നെ പറഞ്ഞു ട്രാൻസ്പെറൻസി വേണമെന്ന് പറഞ്ഞു. പക്ഷെ എന്റെ കൺസേൺ അതല്ല. നിങ്ങൾ ഈ പരസ്യം കൊടുക്കാൻ വരുമ്പോൾ സ്വാഭാവികമായും അവരുടെ താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കേണ്ടി വരുമല്ലോ. ഇപ്പൊ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ CPM ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയില്ല എന്നുള്ളതിനെ നമ്മൾ അഭിനന്ദിക്കുന്നു. പക്ഷേ കേരളീയം പോലൊരു പരിപാടിയിൽ, നവകേരള സദസ്സ് പോലൊരു പരിപാടിയിൽ സ്വാഭാവികമായും സർക്കാരിന് വേണ്ടി പണം മുടക്കുമ്പോൾ അവർ തിരിച്ചു ചിലത് പ്രതീക്ഷിക്കും. ആ തിരിച്ചു ചിലത് പ്രതീക്ഷിക്കുന്നതാണ് സർക്കാരിന്റെ വിട്ടുവീഴ്ചകളായി വരുന്നതും സാധാരണക്കാരനെ ബാധിക്കുന്നതും എന്നതാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. അല്ല, അത് രണ്ട് കാര്യം. ഒന്നാമത്തെ, കേരളത്തിന്റെ വരവ് ചെലവ് കണക്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിയമസഭയിലോ ഉത്തരവാദിത്തപ്പെട്ടിടത്തോ പറയാൻ ബാക്കിയുണ്ടെങ്കിൽ അത് പറയേണ്ടത് തന്നെയാണ്. അതിനുള്ള പരിഹാരം രണ്ടാമത്തെ നടത്താതിരിക്കുക എന്നുള്ളതല്ല.
പിന്നെ സ്വകാര്യ മേഖല എന്നുള്ളത് അത് വ്യവസായ സ്ഥാപനങ്ങളായിരുന്നാലും വാണിജ്യ സ്ഥാപനങ്ങളായിരുന്നാലും അവരെ മുഴുവൻ ശത്രുക്കളായി കണ്ടുകൊണ്ട് അവരെ അടുപ്പിക്കാതെ എന്തെങ്കിലും തരത്തിലുള്ള ആക്ടിവിറ്റീസ് നടത്തുക എന്നുള്ളത് പോസിബിൾ അല്ല, ശരിയുമല്ല. അത് ഒരു ചാനലിൽ അവസാനിപ്പിക്കും. അതിനു മുൻപ് ശ്രീ പ്രേംകുമാർ, ഇപ്പോ കണ്ണൂരിൽ നിന്ന് പിണറായിയിൽ നിന്ന് 5 മാസത്തെ പെൻഷൻ കുടിശ്ശികയുള്ള ഒരു വീട്ടമ്മ, ഒരു വൃദ്ധ ഈ കേരളീയം ആഘോഷിക്കാൻ വേണ്ടി എങ്ങനെയാണ് തിരുവനന്തപുരത്ത് എത്തുക? അത് കേരളത്തിലുള്ള 3.5 കോടി ജനങ്ങളും വന്നിട്ടല്ലല്ലോ കേരളീയം ആഘോഷിക്കുക. അതിന് ആണല്ലോ പോവുക. നമ്മുടെ എന്റെയും നിങ്ങളുടെയും അല്ല, ഞാൻ പറയട്ടെ, ഒറ്റ ഉദാഹരണം പറയട്ടെ. എന്റെയും നിങ്ങളുടെയും പൈസ എടുത്തുകൊണ്ട് നടക്കുന്ന തിയേറ്റർ ഫെസ്റ്റിവലും ഫിലിം ഫെസ്റ്റിവലും കേരളത്തിലുള്ള 3.5 കോടി ജനങ്ങളും പോവാറില്ലല്ലോ, പോവാൻ പറ്റാറില്ലല്ലോ. അതിന് താല്പര്യമുള്ള ആളുകളല്ലേ കേരളീയത്തിന്റെ കാര്യത്തിൽ എന്ത് വർഗമാണുള്ളത്? അയ്യോ, ആരാണ് സുഹൃത്തെ ചലച്ചിത്രം ആസ്വദിക്കാത്തവരായിട്ടുള്ളത്? ചലച്ചിത്രം ആസ്വദിക്കുന്നവരാണ്. പെൻഷൻ കിട്ടാത്തത് കൊണ്ട് ഭിക്ഷയാചിക്കേണ്ടി വരുന്ന മറിയ ചേച്ചിക്ക് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പോയി സിനിമ കാണാൻ തൽക്കാലം ആഗ്രഹം ഉണ്ടാവില്ല. തൽക്കാലം പെൻഷൻ കിട്ടിയാൽ മതി എന്നൊരു ആഗ്രഹമായിരിക്കും. പക്ഷെ മറിയ ചേച്ചിക്കും ഈ പറയുന്ന കേരളീയത്തിന്റെ ഭാഗമായിട്ടുള്ള പരിപാടികളൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? അവരെങ്ങനെ വരും? അല്ല, നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് നിർത്തുക. അത് പെൻഷൻ കുടിശ്ശിക മറിയ ചേച്ചിക്ക് കിട്ടാനുള്ളത് മുഴുവൻ കിട്ടിക്കഴിഞ്ഞു. അവർക്ക് എന്താ പറയുക, യൂത്ത് കോൺഗ്രസോ KPCCയോ വീട് വെച്ച് കൊടുത്ത് വളരെ ഹാപ്പിയാണ്. മാത്രമല്ല സുരേഷ് ഗോപിയുടെ അക്കൗണ്ടിൽ നിന്ന് കൃത്യമായിട്ടും പെൻഷൻ കിട്ടുന്നുണ്ട്. അതെ, വെച്ചു കൊടുത്തു. ആണോ? യെസ്, പെൻഷൻ കിട്ടി. എങ്ങനെ എത്തും മറിയ ചേച്ചി പോലെ അല്ലെങ്കിൽ ഒരു സുലോചന പെൻഷൻ കിട്ടാത്തത് കൊണ്ട് കേരളീയം ആസ്വദിക്കേണ്ട എന്നാണോ? അരുൺകുമാർ, നിങ്ങള് അതായത് ഇപ്പോഴത്തെ കൊരങ്ങൻ എന്താ മനുഷ്യനാവാത്തതെന്ന് ചോദിക്കുന്ന പോലുള്ള ചോദ്യമാണിത്. എങ്ങനെയാണ് കണ്ണൂരിൽ നിന്ന് പെൻഷൻ കിട്ടാത്തൊരു വൃദ്ധ കേരളീയം കാണാൻ വരിക? എന്നിട്ട് ഞാൻ അതിന് മറുപടി പറയണത് അവര് വരേണ്ടതില്ല. എന്നിട്ട് നിങ്ങൾ പണ്ടത്തെ സ്പോർട്സ് മിനിസ്റ്ററെ എയർ കയറ്റി പോലെ എന്നെ എയർ കയറ്റാൻ 3.5 കോടി ആളുകൾ വരാൻ പറ്റുന്ന ശിവശങ്കർ, ഇതൊരു മധ്യവർഗത്തിന്റെ സവർണ ചിഹ്നങ്ങൾ കെട്ടിഘോഷിക്കാനുള്ള ആഘോഷമാണ് എന്നൊരു വിമർശനം കൂടിയുണ്ട്. 30 സെക്കൻഡ്സിൽ ഒരൊറ്റ മറുപടി PR ശിവശങ്കർ. ഒരു സർക്കാർ ചെയ്യേണ്ടത് മറ്റു സംഘടനകൾക്കും ഒരു സാംസ്കാരിക സംഘടനകൾക്കും ദിശാസൂചിക നൽകേണ്ട പ്രവർത്തനങ്ങളാണ് ഒരു ഇടതുപക്ഷ സർക്കാരോ അല്ലെങ്കിൽ ഒരു സംസ്ഥാന സർക്കാരോ ചെയ്യേണ്ടതെങ്കിൽ അതല്ല ഈ സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. ഒരു സാധാരണ ദൃശ്യ മാധ്യമങ്ങളോ അതല്ലെങ്കിൽ ഒരു ക്ലബ്ബുകളോ ചെയ്യുന്ന അതേ പരിപാടി ചർച്ചയിൽ പങ്കുചേർന്നതിന്. കേരളീയം 2 വേണമോ വേണ്ടയോ, ന്യായമുണ്ടോ എന്നതായിരുന്നു ചോദ്യം. Debate with Arun Kumar.